ഈ തലമുറ നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന ഈ ലോകത്ത് മുഴുവൻ എമ്പാടും സംഭവിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ അറിവില്ലാത്തവരായിരിക്കരുത് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. കേൾക്കാമോ? ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഇന്ന് ലോകമാസകലം ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഈ ലോകത്തിന് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് ഈ ദിവസങ്ങളിൽ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ വളരെ മോശകരമായ ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, മിഡിൽ ഈസ്റ്റില്, മധ്യപൂർവേഷ്യയിൽ സംഘർഷം കനക്കുന്നത് കൊണ്ട് രാജ്യങ്ങൾ ചേരിതിരിഞ്ഞ് ഇരുപക്ഷത്തേക്കും കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. അത് ലോകത്തിലെ ഇന്നുള്ള എല്ലാ സാമ്പത്തികമടക്കമുള്ള എല്ലാ വ്യവസ്ഥിതികളെയും ഒരുപക്ഷെ താറുമാറാക്കാവുന്ന, ദരിദ്ര ജീവിതത്തിൽ തുടരുന്നവർക്ക് ഇനിയും അധികം ദാരിദ്ര്യത്തിലേക്ക് പോകാൻ കഴിയുന്ന തരത്തിൽ യുദ്ധം പരോക്ഷമായി നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ കാലഘട്ടത്ത് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മള് ഒരുപക്ഷെ ലോകത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളും വിചാരിക്കും, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യവുമായി നടക്കുന്ന യുദ്ധത്തിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലോ അല്ലെങ്കിൽ കൊറിയയും റഷ്യയും തമ്മിലോ അല്ലെങ്കിൽ ചൈനയും തമ്മിലോ നടക്കുന്ന യുദ്ധവുമായിട്ടുള്ള ബന്ധമല്ല ഉള്ളത്. ബൈബിൾ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവ വികാസങ്ങൾ ദൈവസഭയുമായും ദൈവവുമായും വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ഈ സംഭവ വികാസങ്ങൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അതിനെ ഏത് വിധത്തിൽ നോക്കിക്കാണുന്നു എന്നുള്ളത് വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഒന്ന് രണ്ട് പോസ്റ്റുകൾ കിങ് ജോങ് ഉന്നിൻ്റെതായിട്ട് നമ്മൾ പ്രചരിക്കുന്നതായിട്ട് കണ്ടു. അത് അദ്ദേഹം പറയുന്നത്, ഉത്തര കൊറിയയിൽ നിന്നൊരു മിസൈൽ വിട്ടുകഴിഞ്ഞാൽ അതോടുകൂടി ഇസ്രായേൽ നാമാവശേഷമാകും എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നാമാവശേഷമാകുമോ ഇസ്രായേൽ? ഇല്ല. ദൈവവചനം എന്താണ് പറയുന്നത്? യെരമ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 31-ാമത്തെ അധ്യായത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. എഴുതി വെച്ച വാക്യം കണ്ടില്ലല്ലോ. മുപ്പത്തൊന്നിന്റെ 35 മുതൽ ഉള്ള വാക്യം വായിച്ചു. സൈന്യങ്ങളെ യഹോവ സൂര്യനെ പകൽ വെളിച്ചത്തിനും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും വ്യവസ്ഥയെ രാത്രി വെളിച്ചത്തിന് നിയമിച്ചിരിക്കുന്നവനും കടലിലെ തിരകൾ അലറുവാൻ തക്കവണ്ണം അതിനെ ഇളക്കുന്നവനും സൈന്യങ്ങൾ യഹോവ എന്ന നാമമുള്ളവനുമായി യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ വ്യവസ്ഥ എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നുവെങ്കിൽ ഇസ്രായേൽ സന്തതിയും സദാകാലം എന്റെ മുമ്പിൽ നിന്ന് ഒരു ജാതിയാകാതെ വണ്ണം മുടിഞ്ഞു പോകും എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ ഇസ്രായേൽ ലോക ഭൂപടത്തിൽ നിന്ന് മാറ്റപ്പെടണമെങ്കിൽ അതിനു മുമ്പ് എന്ത് സംഭവിക്കണം? സൂര്യനും ചന്ദ്രനും മാറി പോകണം. പ്രൈസ് ദി ലോർഡ്. സൂര്യനും ചന്ദ്രനും ദൈവത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് അവിടെ നിലനിൽക്കുന്നതോളം കാലം യഹോവയുടെ മുമ്പിൽ ഇസ്രായേൽ എന്ത് ചെയ്യും? നിലനിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഇനി ആരെല്ലാം വിചാരിച്ചാലും
ഈ ലോകം മുഴുവനും ഒരുമിച്ച് ഇസ്രായേലിനെ തൂത്തുകളയാൻ വന്നു കഴിഞ്ഞാലും ഒറ്റയ്ക്ക് ഒരുവനായി യഹോവ അവർക്ക് വേണ്ടി പോരാടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ ഇസ്രായേലിനെ, ഈ ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ ദൈവം സൂക്ഷിക്കുമെങ്കിൽ, അവരെ എത്രമാത്രം കരുതുന്നുവെങ്കിൽ നമ്മെ, ആത്മീയ ഇസ്രായേലിനെ ദൈവം എത്രമാത്രം കരുതിയിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ഇസ്രായേലുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം നമ്മൾ പഠിക്കുമ്പോഴും രണ്ട് ഇസ്രായേൽ ഉണ്ട്, ഒരു പുതിയ നിയമ ഇസ്രായേൽ ഉണ്ട്. ഹല്ലേലൂയ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ രാജ്യമാണ്, ദൈവത്തിന്റെ ജനമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന് ഒരു ഭൗതികമായ ജനമുണ്ടെങ്കിൽ ഒരു ആത്മീയ ജനതയും ഉണ്ട്. ആ ആത്മീയ ജനത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ചങ്കിലെ ചോര കൊണ്ട് വിലയ്ക്ക് വാങ്ങി അവന്റെ നാമം ധരിപ്പിച്ച് അവന്റെ നാമത്തിൽ പാപമോചനം നൽകി കഴുകി വെടിപ്പാക്കിയിരിക്കുന്ന ഒരു മണവാട്ടി ഉണ്ടെങ്കിൽ ഇസ്രായേലിനെ സൂര്യനും ചന്ദ്രനും ഉള്ളിടത്തോളം കാലം ഇസ്രായേലിനെ ഭൂപടത്തിൽ നീക്കാൻ കഴിയാതിരിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ എത്രയോ അധികമായി ദൈവത്തിന്റെ ആത്മീയ മണവാട്ടിയാകുന്ന പുതിയ നിയമ ഇസ്രായേലിനെ ദൈവം കരുതുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ഞാൻ പറയാൻ കാര്യം. ഹല്ലേലൂയ. അപ്പോൾ ലോകത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ഈ വ്യവസ്ഥയെ, രാത്രി വെളിച്ചത്തിന് ചന്ദ്രനെയും പകൽ വെളിച്ചത്തിന് സൂര്യനെയും ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ആ വ്യവസ്ഥിതിക്ക് മാറ്റം വരാത്തിടത്തോളം കാലം ഇസ്രായേലിനെ തൊടാനായിട്ട് ആർക്കും കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. സക്കറിയ പ്രവചനം 2-ാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇസ്രായേലിനെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ മണിയെ തൊടുന്നു, കൃഷ്ണമണിയെ തൊടുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ ഇസ്രായേലിനെ നോവിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ദൈവത്തെ നോവിക്കുന്നതിന് തുല്യമായിട്ടാണ്. എന്നാൽ ദൈവം ഇസ്രായേലിനെ നോവിക്കും. ഹല്ലേലൂയ. ഒരു ദയയുമില്ലാതെ ദൈവം ഇസ്രായേലിനെ നോവിക്കും. ഒരു പ്രയാസവും അതിനകത്ത് ചിന്തിച്ചിട്ട് കാര്യമില്ല. ആമേൻ. നമുക്കറിയാം, 19 നൂറ്റാണ്ടുകൾ ലോകമാസകലം പ്രവാസത്തിൽ കഴിഞ്ഞ് കഷ്ടതയിലും ദാരിദ്ര്യത്തിലും കൊടിയ പീഡനങ്ങളും അനുഭവിച്ച് ദൈവം അവരെ ഈ ഭൂമിയുടെ മുഖത്ത് എല്ലായിടത്തും ചിതറിച്ചു. ഹല്ലേലൂയ. എന്തിനു ചിതറിച്ചു? അവരുടെ മെസ്സിഹയെ അവർ തിരസ്കരിച്ചു കളഞ്ഞതുകൊണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം അവരെ ഈ ഭൂതലത്തിൽ മുഴുവൻ ഉഴലുമാറാക്കി. അനേക രാജ്യങ്ങളിൽ അവർ കൂട്ടത്തോടെ കൊല ചെയ്യപ്പെട്ടു, കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടു. ഹല്ലേലൂയ. അവര് ജനങ്ങളാലും ഗവൺമെന്റിനാലും ഉപദ്രവിക്കപ്പെട്ടു. അവരുടെ തലമുറ ശേഷിക്കയില്ല എന്ന് വിചാരിക്കുമാറ് ലോകരാഷ്ട്രങ്ങൾ അവർ ചിതറിക്കപ്പെട്ടു. എന്നാൽ 1912 മുതൽ 1948 അവരെ ഒരു രാജ്യമായി ദൈവം അവർക്ക് അബ്രഹത്തോട് ഉടമ്പടി ദേശത്ത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതുവരെയുള്ള കാലഘട്ടത്തിൽ അവരെ ദൈവം അലയുവാനും കഷ്ടപ്പെടുവാനും പീഡകൾ ഏറ്റുവാങ്ങുവാനും അനുവദിച്ചു. അപ്പോഴും കർത്താവിന്റെ വിശുദ്ധ സഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് അവന്റെ രാജ്യം ആ ദേശത്ത് ഉണ്ടായിരിക്കണം എന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അവർ ഇന്നൊരു രാജ്യമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ലോക ഭൂപടത്തിൽ ഏറ്റവും ചെറിയ രാജ്യങ്ങളുടെ പട്ടികയിൽ വരുന്ന ഒരു ഭൂപ്രദേശം, ഹല്ലേലൂയ, അവരുടെ മാതൃരാജ്യത്തേക്ക് കടന്നു വരുമ്പോൾ സ്വന്തമായി ഒരു തൂമ്പ് പോലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതിരുന്ന ഒരു രാജ്യം ഇന്ന് ലോക രാഷ്ട്രങ്ങൾക്ക് ആയുധങ്ങൾ, സാങ്കേതിക വിദ്യകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഏറ്റവും വലിയ ഭീമൻ രാഷ്ട്രമായിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, അവരെ തുടച്ചു മാറ്റാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. ഹല്ലേലൂയ. 1967 നമുക്കറിയാം, ലോകത്തിലെ ആ മിഡിൽ ഈസ്റ്റിലെ പ്രബലമായ 7 രാജ്യങ്ങൾ ഒരുമിച്ച് കൂടി ഇസ്രായേലിനെതിരെ ഒരു യുദ്ധത്തിന് പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഏതാണ്ട് ജനിച്ചു വീണ് 9, 58 19 വർഷങ്ങൾ മാത്രം ആയിരിക്കുന്ന ഒരു സമയത്ത് ഈജിപ്തിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ ഈ ഭൂമുഖത്തും തുടച്ചു കളയും എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു തീരുമാനമെടുത്തു. ഹല്ലേലൂയ. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ നാസറിന്റെ നേതൃത്വത്തിൽ 7 രാഷ്ട്രങ്ങൾ ഒരുമിച്ച് കൂടി ഇപ്രകാരം ഒരു കാര്യം പറഞ്ഞു: വരുവിൻ,
നാം ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ വണ്ണം അവരെ മുടിച്ചു കളയുക. പ്രൈസ് ദി ലോർഡ്. അതെന്തായിരുന്നു? അത് ഒരു പ്രവചന നിവൃത്തിയായിരുന്നു. നമുക്ക് ആ പ്രവചനം ഒന്ന് വായിച്ചിട്ട് മുന്നോട്ട് പോകാം. 83-ാമത്തെ സങ്കീർത്തനം 3-ാമത്തെ വാക്യം മുതൽ 4-ാമത്തെ വാക്യം മുതൽ വായിച്ചു. വരുവിൻ, ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയുക, അവരുടെ പേർ ഇനി ആരും ഓർക്കരുത് എന്നവർ പറഞ്ഞു. അവർ ഇങ്ങനെ ഐക്യമത്യത്തോടെ ആലോചിച്ചു, നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു. ഏദോമ്യരുടെയും ഇസ്മായേല്യരുടെയും കൂടാരങ്ങളും മോവാബ്യരും ഹഗയരും കൂടെ ജബാലും അമോനും അമാലേക്കും ഫെലിസ്ത്യ ദേശവും സോർ നിവാസികളും അശൂരും അവരോട് യോജിച്ചു. ഇത് ഇന്ന് ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന ജോർദാനും സൗദി അറേബ്യയും ഈജിപ്തും ഒക്കെ ഇന്നത്തെ പേരുകൾ വേറെയാണെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇത്രയും രാജ്യങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് എന്ത് ചെയ്യുമെന്നാ പറയുന്നത്? ഇത് ദാവീദ് മുഖാന്തരം യഹോവ പ്രവചിച്ച പ്രവചനം. എപ്പോഴാ? 1500ഓളം വർഷങ്ങൾക്ക് പിറകിൽ, അല്ല ഏകദേശം ഇന്നത്തേക്ക് 3000 വർഷം പുറകിൽ പ്രവചിക്കപ്പെടും പ്രവചനമാണ്. ഈ പ്രവചനം പരിശുദ്ധാത്മാവിൽ കണ്ടുകൊണ്ട് ദാവീദ് എഴുതി വെച്ച പ്രവചനം അതേ കാര്യം ഉരുവിട്ടുകൊണ്ട് അതേ കാര്യം ഉരുവിട്ടുകൊണ്ട് തന്നെയാണ് ഈ അബ്ദുൽ നാസർ എന്ന് പറയുന്ന ഈ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഇത്രയും രാജ്യങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, വരുവിൻ നാം ഒരുമിച്ച് ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ വണ്ണം അവരെ എന്നേക്കും മുടിച്ചു കളയുക. പ്രൈസ് ദി ലോർഡ്. 1967 അത്രമേൽ വികാസം പ്രാപിക്കാതിരുന്ന ഒരു ഇസ്രായേലിനെ തകർക്കുവാൻ അവരെ എല്ലാ പരിപാടികളും ചെയ്തു. അവരുടെ മുഴുവൻ മിലിറ്ററി സന്നാഹങ്ങളും ഇത്രയും ചുറ്റുമുള്ള രാജ്യങ്ങൾ ഒരുപോലെ ആക്രമിക്കാൻ അവർ തയ്യാറെടുത്തപ്പോൾ ഹല്ലേലൂയ അവര് യഹോവയുടെ സന്നിധിയിൽ കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവരെ സംബന്ധിച്ച് ചുറ്റും സൈന്യങ്ങൾ വളർന്നു കഴിഞ്ഞപ്പോൾ രക്ഷയില്ലാതെ അവർ യഹോവയോട് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. യഹോവ യുദ്ധസന്നദ്ധനായി പുറപ്പെട്ടു. ഹല്ലേലൂയ. അവരെന്ത് പറഞ്ഞു? അവർ അന്നത്തെ UN സെക്രട്ടറി ജനറലിനോട് പറഞ്ഞു, ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ പോകുകയാണ്, നിർത്താൻ പറഞ്ഞുകൊണ്ട് സമാധാനം പറഞ്ഞുകൊണ്ട് വരരുത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അവർ യുദ്ധം തുടങ്ങി. ഒരൊറ്റ ദിവസം കൊണ്ട് ദൈവം ഹല്ലേലൂയ അവരെ തകർത്തു. ഈജിപ്തിന്റെ ഹല്ലേലൂയ 200 ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളെ ഒരൊറ്റ ബോംബ് കൊണ്ട് ഇസ്രായേൽ തകർത്തു. പ്രൈസ് ദി ലോർഡ്. അത് പറന്നുയരുന്നതിന് മുമ്പ് അവർ തകർത്തു. ആ മലനിരകളിൽ അവർക്കെതിരെ എഴുന്നേറ്റ മുഴുവൻ പട്ടാളക്കാരെയും കടന്നലുകളെയും തേനീച്ചകളെയും ഇളക്കിവിട്ട് ദൈവം കുത്തിയവരെ നശിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അവരുടെ എല്ലാ യുദ്ധ സംവിധാനങ്ങളുടെയും സിഗ്നലുകൾ മാറ്റാൻ ദൈവം അവർക്ക് തോന്നിച്ചു. കോഡ് മാറ്റി. പക്ഷെ ആ മാറ്റിയ കോഡ് എല്ലാ പോർ മുന്നണിയിലേക്കും അറിയിക്കാനുള്ള കോഡ് തിരിച്ച് അവരെ അറിയിക്കാൻ അവർക്ക് മറന്നുപോയി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യുദ്ധം ഓർഡർ കാത്തു കിടന്നവർക്ക് യുദ്ധം ചെയ്യാൻ കഴിഞ്ഞില്ല. ആ സമയം ഇസ്രായേൽ അവരെ ആക്രമിച്ചു. പ്രൈസ് ദി ലോർഡ്. അവരുടെ പരിമിതമായ വിരലിലെണ്ണാവുന്ന ഫൈറ്റർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ തോൽപ്പിച്ചു. വളരെ 2-ാം ദിവസം ഇടപെടലെന്ന് പറഞ്ഞ UN അടുക്കൽ ഈ രാജ്യങ്ങൾ ചെന്ന് പറഞ്ഞ് ഇസ്രായേലിനോട് യുദ്ധം നിർത്താൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇടപെടലെന്ന് പറഞ്ഞ് UN-നെ കമാൻഡ് ചെയ്ത രാജ്യങ്ങൾ പിറ്റേ ദിവസം UN-നോട് പറയുകയാണ്, ഇസ്രായേലിനോട് പറയുക യുദ്ധം അവസാനിപ്പിക്കാൻ. പ്രൈസ് ദി ലോർഡ്. അന്ന് കൂടെയുള്ള രാജ്യങ്ങൾക്ക് മനസ്സിലായി ഇസ്രായേലിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഇസ്രായേലിന്റെ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. ഹല്ലേലൂയ. അന്ന് അവരെ സംരക്ഷിച്ച ദൈവം ഇന്ന് ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ ഹല്ലേലൂയ അവരുടെ ഹിതാനുസരണം അമ്മാനമാടിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാക്കി ദൈവം ബുദ്ധിയും ശക്തിയും ജ്ഞാനവും അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ യേശു കർത്താവിനെ അറിയാനുള്ള ജ്ഞാനം കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ. ആമേൻ. അവരെന്താണോ അറിയേണ്ടത് അവർ ഇന്നുവരെയും അത് അറിഞ്ഞിട്ടില്ല. അവിടെയാണ് ദൈവം നമ്മുടെ കണ്ണ് തുറന്നത്. നമ്മുടെ രക്ഷിതാവിനെ, നമ്മുടെ കർത്താവിനെ, നമ്മുടെ ദൈവത്തെ അറിയാൻ മാത്രമല്ല അവന്റെ പ്രിയപ്പെട്ടവളാകാനുള്ള അവസരവും വരവും നമുക്ക് നൽകിയത്. അന്ന് അവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ
ഒരു കിങ് ജോങ് ഉന്നായാലും ഇനി അമേരിക്ക തന്നെ തിരിഞ്ഞ് ഇസ്രായേലിന് നേരെ വന്നു കഴിഞ്ഞാലും തോൽപ്പിക്കാൻ പറ്റുമോ? തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം ഇസ്രായേലിന്റെ ദൈവം അവർക്ക് വേണ്ടി പോർക്കളത്തിൽ ഇറങ്ങും. ഹല്ലേലൂയ. എന്നാൽ ഒരു ദിവസം വരും ഇസ്രായേലിനെ അമേരിക്കയും കൈവിടും. അത് ദൈവം അനുവദിക്കാതെ ദൈവം ഒരു കാര്യവും അവർക്ക് വിരോധമായി ചെയ്യുകയില്ലെങ്കിൽ വചനം പറയുന്നു, നമുക്കെതിരെ വരുന്ന ഒരു ആയുധവർഗവും ഫലിക്കയില്ല. നമുക്കെതിരെ ആയുധവർഗം വരികയില്ലെന്നല്ല, ശത്രു പോരാടും. നമ്മുടെ ഉറ്റവരെന്ന് കരുതുന്ന, ഉടയവരെന്ന് കരുതുന്ന, നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ തന്നെ നമുക്ക് വിരോധമായി എഴുന്നേൽക്കും. പക്ഷേ ദൈവം അനുവദിക്കാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവരുടെ ആയുധങ്ങളെ തകർത്ത് കളയാൻ, അത് അവരുടെ മടിയിലേക്ക് തന്നെ തിരിച്ചെത്തിക്കുവാൻ കഴിയുന്ന പ്രാപ്തനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ കല്ലിന്റെയും മണ്ണിനല്ല സേവിക്കുന്നത്, നമ്മൾ ത്രിമൂർത്തികളല്ല സേവിക്കുന്നത്, നമ്മൾ ഏക സത്യദൈവമായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നു. ആ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരുവനെയും ഒരു നാളും ഒരുവനും കർത്താവ് അനുവദിക്കാതെ തൊടാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ ചില പരിക്കുകൾ ഏൽപ്പിക്കാൻ, നമ്മളെ ചില പാഠം പഠിപ്പിക്കാൻ, ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുവാൻ ദുഷ്ടനെ ദൈവം അനുവദിച്ചേക്കാം. അത് ദുഷ്ടനാകട്ടെ ദുഷ്ടയാകട്ടെ അനുവദിച്ചേക്കാം. എന്നാൽ ആത്യന്തികമായി നമ്മെ തകർത്ത് കളയാമെന്നുള്ള എല്ലാ പണികളും പരാജയപ്പെടുത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തോട് പരാജയപ്പെടുത്തണമെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ആ പോരിന്റെ ആയുധങ്ങൾ, നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ ലേഖനത്തിൽ 6 പറഞ്ഞത്. നമ്മുടെ ശത്രുവിനെ നമ്മൾ തുരത്തരുതെന്നാ ദൈവത്തിന് പറയുന്നത്. ശത്രുവിന് പകരം നീ പ്രതികാരം ചെയ്യരുത്, യഹോവ പ്രതികാരം ചെയ്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. നമുക്കെതിരെ വരുന്ന എല്ലാ പോരിന്റെ ആയുധങ്ങളെയും എല്ലാ ശത്രുവിന്റെ തന്ത്രങ്ങളെയും തകർക്കുന്ന ഒരു ദൈവം സ്വർഗത്തിൽ നമുക്കുണ്ട്. ഹല്ലേലൂയ. അവൻ നമ്മുടെ മേൽ ജാഗരിച്ചിരിക്കുന്നത്തോളം കാലം നമ്മെ മുടിച്ചു കളയാൻ കഴിയുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അത് അവരുടെ ഭോഷത്വം കൊണ്ട്, അവരുടെ അജ്ഞത കൊണ്ട്, അറിവില്ലായ്മ കൊണ്ടാണ്. ഇപ്രകാരം ജഡപ്രകാരം ദൈവം ഭൂലോകത്തിലെ സകല രാജ്യങ്ങളും ഒരു ശേഷിപ്പിനെ കൊണ്ടുവച്ചിട്ട് അവർ നിമിത്തം ഈ ലോകം ഒരു ഭയത്തിലായിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ സംസ്ഥാനത്തെ ഭരണകൂടം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി പറയുന്നത് ഇസ്രായേലിനെ വിളിക്കുന്ന തെമ്മാടി രാഷ്ട്രമാണ്. ഹല്ലേലൂയ. ഒരുപാട് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ എന്താണ്? തെമ്മാടി രാഷ്ട്രമാണ്. ഇപ്പൊ തെമ്മാടികൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നത് എന്താ? നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ പോലെ കേൾക്കുന്നതാണ്, തെമ്മാടിയാണ്. തെമ്മാടി എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിന്റെ നമ്മൾ പരിശോധിക്കുമ്പം നേരെ ചൊവ്വേ നടക്കാതെ എല്ലാവരോടും വഴക്കും ശണ്ടയും ഉണ്ടാക്കി എല്ലാവരെയും ഉപദ്രവിച്ച് നടക്കുന്ന ഒരു മനുഷ്യരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. ക്രമകെട്ട് നടക്കുന്ന, ആരെയും മാനിക്കാതെ, ആരോടും പോരിന് ചെല്ലുന്ന, ആരോടും വഴക്കുണ്ടാക്കുന്ന, ആരെയും കവർന്നെടുക്കുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ തെമ്മാടി എന്ന് വിളിക്കുന്നത്. ഇസ്രായേൽ അങ്ങനത്തെ ഒരു രാജ്യമാണോ? ഇസ്രായേൽ എന്നെങ്കിലും അവരൊരിക്കലും എങ്കിലും അവരുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾക്കെതിരെ അവരൊരു യുദ്ധത്തിന് പോയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അവരെന്നും ചെയ്തിട്ടുള്ള എന്താണ്? ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ പ്രതിരോധിക്കുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അവരുടെ സൈന്യത്തിന് ഇട്ടിരിക്കുന്ന പേരാണ് IDF. പ്രൈസ് ദി ലോർഡ്. IDF എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ആണ്. ഹല്ലേലൂയ. എന്താ അതിന്റെ അർത്ഥം? ഡിഫെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിരോധിക്കുന്നതാണ്. അറ്റാക്കിംഗ് അല്ല ഇസ്രായേലിന്റെ തന്ത്രം. ഇസ്രായേലിന് ദൈവം അവരുടെ സൈന്യത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്. അവരെ പ്രതിരോധിക്കാൻ, അവരുടെ നേരെ ശത്രു എഴുന്നേൽക്കുമ്പോൾ ശത്രുവിന്റെ ആയുധങ്ങളെ തകർത്തുവാൻ വേണ്ടിയാണ് അവരവരുടെ സേനയെ കരുപ്പിടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ മാതൃരാജ്യത്ത് വന്ന 1948 മെയ് 14 രാത്രി തുടങ്ങി ഇന്ന് വരെയും ഈ 2026 നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ നിമിഷം വരെയും ഇസ്രായേൽ ചുറ്റുമുള്ള ഒരു രാജ്യങ്ങളോടും ഒരു യുദ്ധവും പുറപ്പെടുവിച്ചിട്ടില്ല. ഒരു പടക്കമെടുത്ത് അവരുടെ അവരുടെ ശത്രുക്കളാണ് ചുറ്റുമുള്ളത്, എറിഞ്ഞിട്ടില്ല. അവരുടെ മിസൈൽ തൊടുത്തുവിട്ട് ഒരു രാജ്യത്തെയും ആക്രമിക്കാൻ പരിശ്രമിച്ചിട്ടില്ല. പക്ഷേ അവരെ തൊടാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കില്ല. ഹല്ലേലൂയ. അവർ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അവർ തീർത്തിട്ടേ എഴുന്നേറ്റ് പോരുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ്? ദൈവം അവരുടെ കൂടെ ഉള്ളിടത്തോളം കാലം. എന്നുവരെ ദൈവം അവരുടെ കൂടെ ഇരിക്കുന്നത്? സഭ മാറ്റുന്നത് വരെ ദൈവം അവരുടെ കൂടെ ഇരിക്കുള്ളൂ. ഹല്ലേലൂയ. എന്നെ നിങ്ങളെ ദൈവം എടുത്തു മാറ്റുന്നിടം വരെ ദൈവം അവരുടെ കൂടെ ഇരിക്കും.
അത് കഴിയുമ്പോൾ ദൈവത്തിന്റെ കണ്ണ് അവിടുന്ന് കാരണം അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ എന്ന് കർത്താവ് പറഞ്ഞു. അത് തളിർത്ത് അതിന്റെ ഇല കൊഴുത്ത് അതിന്റെ ഫലം കായ്ച്ചു തുടങ്ങി എന്ന് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അവന്റെ വരവ് ആസന്നമായിരിക്കുന്നു. ദൈവസഭയോട് ദൈവവചനം പറയാണ് കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അതിന് നമ്മൾ നോക്കി പഠിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ ഇസ്രായേലിനെയാണ്. അതുകൊണ്ടാണ് ദൈവം ഇസ്രായേലിനെ അവിടെ കൊണ്ട് തിരിച്ചു വെച്ചതിന്റെ ഉദ്ദേശവും അത് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവസഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് ഇസ്രായേൽ സേവിക്കുന്ന അതേ ദൈവത്തെ ദൈവസഭ എന്ന് പറയുന്ന വിശുദ്ധ മണവാട്ടി സേവിക്കണം. എന്ന് വെച്ചാൽ ഇസ്രായേലിന് ഒരു ദൈവമേ ഉള്ളൂ, യഹോവയാണ്. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ യഹോവയാണ് ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തു എന്ന് അവരറിയുന്നില്ല. എന്നാൽ ഇസ്രായേലിന്റെ ദൈവം തന്നെയാണ് ജഡത്തിൽ വെളിപ്പെട്ട വിശുദ്ധ കാന്തയായ ക്രിസ്തു എന്ന് കാന്തയായ മണവാട്ടി തിരിച്ചറിഞ്ഞ ആ മണവാട്ടി ഒരുങ്ങുന്നിടം വരെ ഇസ്രായേലിനെ ദൈവം ആലടിയെ സൂക്ഷിക്കത്തുള്ളൂ. ആമേൻ. അതുകൊണ്ട് ദൈവം മൂന്നാണെന്നും ദൈവത്തിൽ 3 ആളത്തങ്ങളുണ്ടെന്നും പറഞ്ഞാൽ ഇസ്രായേലിന്റെ ദൈവത്തിന് 3 ആളുകളില്ല. ആമേൻ. ഇസ്രായേലിന്റെ ദൈവം ഒരു ദൈവമേ ഉള്ളൂ. പക്ഷെ അവരുടെ കണ്ണ് കുരുടായതുകൊണ്ട് ആ ഒരു ദൈവത്തെ അവർക്ക് വാഗ്ദത്ത പ്രകാരം കാണാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. നമുക്ക് വായിക്കാൻ ഇന്നത്തെ കുറിവാക്യമായിട്ട് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ വായിക്കാം. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാലെങ്കിൽ പ്രവർത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തെരഞ്ഞെടുത്തോ പ്രാപിച്ചില്ല, തിരഞ്ഞത് പ്രാപിച്ചില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് നമുക്കറിയാം ഒരു യഹൂദനായിരുന്നു. കേവലം ഒരു യഹൂദൻ എന്ന് മാത്രമല്ല, യഹൂദൻ അല്ലെങ്കിൽ അവന്റെ പിതാക്കന്മാർ സേവിക്കുന്ന യഹോവയെ കുറിച്ച് തീഷ്ണതയും എരിവും കൂടി ഇസ്രായേലിന് വിരോധമായി അല്ലെങ്കിൽ സത്യദൈവത്തിന് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ ദൈവിക സങ്കല്പങ്ങളെയും തച്ചുടച്ച് കളയേണ്ടതിന് അധികാരം പ്രാപിച്ച വ്യക്തിയായിരുന്നു. ഒരുപക്ഷെ ഭൂതലത്തിൽ ഇന്നോളം ജീവിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ദൈവത്തെ സേവിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഏത് ദൈവത്തെ സേവിക്കുന്നവനായാലും ഈ സൗളിനെ പോലെ തീഷ്ണമതിയായ ഒരുവൻ ഉണ്ടായിരുന്നില്ല. അവൻ പറയുകയാണ് ഈ കാലത്തിലും ദൈവസഭയോട്, റോമാ സഭയോട് പറയുകയാണ് കൃപയാൽ ഉള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത് നമുക്കറിയാം ഏത് ശേഷിപ്പിനെ കുറിച്ചാണ് ബൈബിൾ പറയുന്നത്. പൗലോസ് പറയാണ് കൃപയാലുള്ള തെരഞ്ഞെടുപ്പ്. ഹല്ലേലൂയ. എങ്ങനത്തെ തെരഞ്ഞെടുപ്പാണ്? കൃപയാല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സൗജന്യമായ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുക്കപ്പെടുന്നവരാരും തന്നെ അവരുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് തെരഞ്ഞെടുക്കുന്ന ആളിന്റെ അല്ലെങ്കിൽ മനസ്സലിവ് കൊണ്ട് അല്ലെങ്കിൽ ദയ കൊണ്ട് കൃപ കൊണ്ട് തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഹല്ലേലൂയ. അങ്ങനെ എല്ലാ കാലത്തിലും ദൈവത്തിന് കൃപയാലുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ ശേഷിപ്പുണ്ട്. ഹല്ലേലൂയ. അവിടെ പൗലോസ് പറയുമ്പോൾ പറയാണ് ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ താൻ തനിക്കായി സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് ഏലിയാവ് പറഞ്ഞു. കർത്താവെ, ഞാൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ, എല്ലാവരും അങ്ങയ്ക്ക് വിരോധമായി എഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏലിയാവിനോട് ദൈവം പറയാണ് അങ്ങനെയല്ല, ഞാൻ ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ എനിക്ക് വേണ്ടി ശേഷിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പോൾ പറയാണ് ഈ കാലത്തിലും, പോൾ സംസാരിക്കുന്ന ആ കാലഘട്ടത്തിലും, നാം ജീവിക്കുന്ന ഈ അവസാന കാലഘട്ടത്തിലും കൃപയാലുള്ള ഒരു ശേഷിപ്പുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ കൃപയാലുള്ള തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് നമ്മൾ ചാടി നടന്ന് ഒച്ച വെച്ചിട്ട് നീ ഇത് വിശ്വസിക്കണം, അത് വിശ്വസിക്കണം, ഇതാണ് ക്രിസ്തു, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കണോ? പ്രയാസമാണ്. നമ്മൾ പറയും, ആളുകൾ പറയും നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്, ആളുകൾ എത്രയുണ്ട്? ദൈവസഭ, നിങ്ങളുടെ സഭ സത്യസഭയായിരുന്നെങ്കിൽ നിങ്ങളുടെ കൂടെ ആള് കൂടുതലായിരുന്നു. ചോദ്യം. ഇവൻ അനിൽ കൊടുത്തോട്ടം അടക്കമുള്ള ആളുകൾ പരിഹാസ വിഷയമായി നമ്മെ മുമ്പിൽ വെക്കുന്ന ഒരു കാര്യം, നമ്മുടെ കൂട്ടത്തിൽ ആളുകളില്ല എന്നുള്ളത്. ആമേൻ. ആളുകളാണോ, ആളുകളുടെ എണ്ണമാണോ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രകാരമുള്ള ഒരു ദൈവസഭയുടെ മാനദണ്ഡം? അല്ല. ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്
ഇഷ്ടമുള്ളവരെ താൻ സ്നേഹിക്കുന്നു, ഇഷ്ടമുള്ളവരെ അവൻ തനിക്കിഷ്ടമുള്ളവരോട് പക കാണിക്കുന്നു, തന്നിഷ്ടമുള്ളവരെ സ്നേഹിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയാം. അതുകൊണ്ട് അവൻ പറയാണ്, കുശവന് കളിമൺ പിണ്ടത്തിനോട് അതിൽ നിന്ന് ഏതു പാത്രം ഉണ്ടാക്കാൻ അധികാരമില്ലേ? ഒരു കുശവനാണ്, അവന് വിളക്കുണ്ടാക്കാം കളിമണ്ണ് എടുത്തിട്ട്, അവന് നല്ല ഉരുളി ഉണ്ടാക്കാം, അല്ലെങ്കിൽ പൂജക്കോ അല്ലെങ്കിൽ മേത്തരമായ മേശകൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളെ ഉണ്ടാക്കാവുന്ന സമയത്ത് തന്നെ ഹീനപാത്രങ്ങളെ ഉണ്ടാക്കാനും അവൻ എന്ത് ചെയ്യാറുണ്ട്? അധികാരമുണ്ട്. ഈ രണ്ട് പാത്രങ്ങളും ആവശ്യമാണ്. അപ്പോ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വേസ്റ്റ് ഇട്ട് വെക്കാൻ ഒരു പാത്രം വേണമെങ്കിൽ നല്ല പാത്രങ്ങളല്ല, അതിനുവേണ്ടി ഉണ്ടാക്കപ്പെട്ട പാത്രങ്ങൾ വാങ്ങണം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം കരുണ കാണിക്കാനും കോപം കാണിക്കാനും ദൈവത്തിന് ആ കുശവന്, ദൈവമാകുന്ന കുശവന് മനുഷ്യനെ ഈ വിധത്തിൽ വ്യത്യസ്തമായ നിലകളിൽ സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഒരു കാര്യം കുശവൻ ഉണ്ടെങ്കിൽ ദൈവത്തിന് എത്രയധികമായി ചെയ്യാൻ കഴിയും. അപ്പൊ നമ്മൾ ആലോചിക്കണം, എന്നെ മാനപാത്രമാക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയത് ദൈവത്തിന് എന്നോട് മനസ്സലിവ് തോന്നിയിട്ടാ. ഹല്ലേലൂയ. അനേകർക്ക് ഈ സത്യം തിരിച്ചറിയാൻ കഴിയുന്നില്ല, നമ്മുടെ കൂടേക്ക് ആളുകൾ വരുന്നില്ല. അതുകൊണ്ട് ഹല്ലേലൂയ, ഇത് ദൈവസഭയല്ലെന്ന് പറയാൻ കഴിയില്ല. ദൈവത്തിന് പ്രസാദമുള്ളവർ മാത്രമേ ഇതിലേക്ക് വന്നു ചേരുള്ളൂ. ഹല്ലേലൂയ. അവർ ദൈവവചനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എണ്ണുന്നവരായിരിക്കും. ഹല്ലേലൂയ. അവർ ഏക സത്യദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കാം. അവർ ഇസ്രായേലിന്റെ പിതാക്കന്മാർ സേവിച്ചു വന്നതും അപ്പോസ്തല പിതാക്കന്മാർ സേവിച്ചതുമായ ആ ഒരേ ഒരു ദൈവത്തെ മാത്രമേ അവർ ആരാധിക്കുകയുള്ളൂ. പിന്നീടുണ്ടായ തത്വശാസ്ത്രങ്ങൾ കൊണ്ടുണ്ടാക്കി മെനഞ്ഞെടുത്ത ദൈവിക സിദ്ധാന്തങ്ങളിൽ അവർ വിശ്വസിക്കത്തില്ല. അവർക്കത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഇത് നമ്മളല്ല, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ തുറന്ന വാക്യം വായിക്കുമ്പോൾ പറയാണ്, കൃപയാൽ എങ്കിൽ പ്രവർത്തിയാലല്ല. ഹല്ലേലൂയ. ഈ തെരഞ്ഞെടുപ്പ് കൃപയാലാണെങ്കിൽ പിന്നെ എങ്ങനെയല്ല? പ്രവർത്തിയാലല്ല. അതുകൊണ്ട് പ്രവർത്തിച്ചോ, നമ്മൾ ആഗ്രഹിച്ചിട്ടോ, നമ്മൾ പോയി ജോയിൻ ചെയ്ത് സഭയിൽ നിന്നും എന്ത് കിട്ടില്ല? ഈ വീണ്ടെടുപ്പ് തെരഞ്ഞെടുപ്പ് ലഭിക്കത്തില്ല. അതുകൊണ്ട് ഇത് ദൈവത്തിന്റെ കൃപയാൽ ആയതാണെങ്കിൽ പിന്നെ അതിനകത്ത് യാതൊരു കാരണവും പ്രവർത്തിക്കില്ല. പിതാക്കന്മാർ സേവിച്ചതുകൊണ്ടോ, അപ്പൻ നല്ല പള്ളിയിലെ കൈക്കാരനായതുകൊണ്ടോ, അപ്പൻ അല്ലെങ്കിൽ സെക്രട്ടറി ആയതുകൊണ്ടോ, അല്ലെങ്കിൽ അപ്പന്മാരായിട്ട് ദൈവവേലയിൽ മുഴുകുന്നവരായതുകൊണ്ടോ ഒരു കാര്യമില്ല. ആമേൻ. നമ്മളോട് വ്യക്തിപരമായി എന്നോടും നിങ്ങളോടും ദൈവം ഇടപെട്ടത് ഈ നമ്മുടെ പിതാക്കന്മാരായ അപ്പോസ്തലന്മാർ അറിയിച്ച അതേ സത്യസുവിശേഷം, അതേ നിർമ്മലമായ സുവിശേഷം വിശ്വസിക്കാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് കൃപയാലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ യാതൊരു പ്രവൃത്തിയും അതിന്മേൽ കാരണമല്ല. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല. എന്താ തിരയുക? ഇസ്രായേൽ, നമ്മൾ പറയാം, യോഹന്നാന്റെ സുവിശേഷം 5:39 പറയുകയാണ്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, എങ്കിലും ജീവൻ പ്രാപിക്കാൻ നിങ്ങൾ എന്റെ അടുക്കൽ. അപ്പോൾ അവർക്കറിയാം, ഈ പ്രവാചകന്മാർ മുഖാന്തരം, മോശ തുടങ്ങിയുള്ള സകല പ്രവാചകന്മാർ മുഖാന്തരം നൽകപ്പെട്ട തിരുവെഴുത്തുകളിൽ നിത്യജീവനുണ്ട്. എന്ന് വെച്ചാൽ നിത്യജീവന്റെ ദാതാവായി ഒരുവൻ വരുന്നു എന്ന് ഉൽപ്പത്തി 3-ാമത്തെ അധ്യായം തുടങ്ങി പറയുന്നുണ്ട്. ആ തിരുവെഴുത്തുകളിൽ പറയുന്ന ഒരുവൻ നിത്യജീവനായിരിക്കും. ആ തിരുവെഴുത്തുകളിലെ ദൈവം നിത്യജീവനാണ്. ആ ദൈവം നിത്യജീവൻ തരാനായിട്ട് ആദാം നിത്യജീവന്റെ അവകാശം നിഷേധിച്ച് മരണം തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തമാണ് നിത്യജീവൻ. ആ നിത്യജീവൻ ദൈവം തരുവാൻ പോകുന്നു എന്നുള്ള പ്രവചനങ്ങളാൽ നിറയപ്പെട്ട അവരുടെ അവരുടെ ആ നിയമഗ്രന്ഥം മുഴുവനിലും വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് മെസ്സിഹയെ. ഈ മെസ്സിഹ വരുമ്പോൾ അവൻ സാക്ഷാൽ ദൈവമായിരിക്കും, അവൻ ദൈവം നമ്മോടുകൂടെ ആയിരിക്കും എന്നും അവർക്കറിയാം. അപ്പോൾ എന്നാൽ അത് എപ്പോൾ സംഭവിക്കും, അത് അവൻ ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് അവർ ആരാഞ്ഞ് അന്വേഷിച്ചു നോക്കി എന്നാണ് പത്രോസ് 1:10 പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ പ്രവാചകന്മാർ ആരാഞ്ഞ് അന്വേഷിച്ചു നോക്കിയിട്ട് അവർക്ക് മനസ്സിലായി, അവർ സംസാരിച്ച പ്രവചന പ്രകാരമുള്ള മെസ്സിഹ അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി അത്രേ വരാനിരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന ആളുകൾ, നമുക്കറിയാം, യേശു ഈ ഭൂമിയിലേക്ക് തന്റെ ശുശ്രൂഷ ചെയ്യാൻ വരുമ്പോൾ
400 സംവത്സരം അവർക്കൊരു പ്രവാചകൻ ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. മലാക്കിക്ക് ശേഷം പിന്നീട് യോഹന്നാൻ സ്നാപകൻ വരെയും 400 സംവത്സര കാലം ഇസ്രായേലിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നില്ല. ആമേൻ. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം മലാക്കി വരെയുള്ള പ്രവചന ഗ്രന്ഥത്തോടുകൂടി തന്നെ വാഗ്ദത്ത മെസ്സിഹ എപ്രകാരമായിരിക്കും എന്നുള്ളത് അവർക്ക് കൊടുക്കപ്പെട്ടിരുന്നു. അവൻ വരുമ്പോൾ ഹല്ലേലൂയ, മലാക്കി 3-ാമത്തെ അധ്യായം അതിന്റെ 1, 2, 3 വാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കാരണം അവിടെ വളരെ സ്പഷ്ടമായിട്ട് മലാക്കിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ അവിടെ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. 3-ാമത്തെ അധ്യായം, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. അപ്പൊ നിങ്ങളൊരു കർത്താവിനെ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ ഒരു കർത്താവിനെ, നിങ്ങൾക്ക് ഒരു യജമാനനെ, നിങ്ങൾക്ക് ഒരു ദൈവത്തെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അവൻ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും എന്ന് പ്രവചിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് സൈന്യങ്ങളെ യഹോവ അരുളി ചെയ്യുന്നു. ഇങ്ങനെ മെസ്സിഹയുടെ പ്രത്യക്ഷതയെ സംബന്ധിച്ചുള്ള അവസാനത്തെ പ്രവചനവും എഴുതി പൂർത്തിയാക്കിയതിനു ശേഷം 400 സംവത്സരങ്ങൾക്ക് ശേഷം യോഹന്നാൻ വന്നിട്ട് പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപങ്ങളെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. ഇതാണ് ആ മെസ്സിഹ എന്ന് ഹല്ലേലൂയ അവൻ അവരോട് വിളിച്ചു പറഞ്ഞു. എന്നാൽ എന്ത് ചെയ്തു? അവർ അവനെ കൈക്കൊണ്ടില്ല, അവനെയും തലശിരച്ഛേദിച്ചു വാങ്ങിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നപ്പോഴോ അവർ അവനെ കൈക്കൊണ്ടില്ല, അവരവനെ തിരസ്കരിച്ചു, തള്ളിക്കളഞ്ഞു. അപ്പോൾ അങ്ങനെ അവരും തിരസ്കരിച്ചു കളഞ്ഞു. അവരും ഈ പുസ്തകത്തെ ആരാഞ്ഞ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവര് തിരഞ്ഞു, പക്ഷേ അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല. അവരെന്ത് തിരഞ്ഞോ അത് അവർക്ക് പ്രാപിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു എന്ന് പൗലോസ് പറയുക. അപ്പോൾ ഇവിടെ പറയണേ, ഇസ്രായേൽ തെരഞ്ഞത് പ്രാപിച്ചില്ല, തെരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. ആരാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ടവര്? പൗലോസ് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു വലിയ തെരഞ്ഞെടുപ്പ് നടന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവന്റെ വിളി കേട്ടിറങ്ങിയ 12 അപ്പോസ്തലന്മാരും അവരുടെ വചനത്താൽ അന്ന് ഈ മെസ്സിഹയെ കൈക്കൊള്ളാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരുമായ യഹൂദന്മാരെ കുറിച്ചാണ് പറയുന്നത്, യാതികളെ കുറിച്ചല്ല. നമുക്കറിയാം, അപ്പോസ്തലന്മാർ അവരുടെ ശുശ്രൂഷയുടെ പ്രാരംഭ കാലഘട്ടങ്ങൾ മുഴുവനും ദൈവം അവരെ നിയോഗിച്ചത് ഇസ്രായേൽ പ്രവിശ്യക്കുള്ളിൽ മാത്രമാണ്. ഹല്ലേലൂയ. ഒന്നാമത്തെ സുവിശേഷത്തിന്റെ പബ്ലിക് പ്രസന്റേഷൻ പത്രോസ് 1-ാം നൂറ്റാണ്ടിൽ യെരുശലേമിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോടെ നടത്തുമ്പോഴും തെരഞ്ഞെടുപ്പിൻ പ്രകാരം 3000-ഓളം ആളുകൾ അത് പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 5000-ലേക്കും പിന്നീട് വരുന്ന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ 10000-ങ്ങളിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടവർ ഒരു വശത്ത് പ്രാപിച്ചപ്പോൾ ശേഷമുള്ളവർ കഠിനപ്പെടുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. ഒരു ഭാഗത്ത് ദൈവത്തിന്റെ കൃപയാലുള്ള രക്ഷയും വീണ്ടെടുപ്പും, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ സ്വയം തിരയാതെ പ്രാപിച്ചുവെങ്കിൽ തിരഞ്ഞവർ അതിനെതിരെ നിന്ന് കഠിനപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്നും സത്യസുവിശേഷത്തിനെതിരെ കഠിനപ്പെട്ടിരിക്കുന്നത് ഇവിടുത്തെ ജാതികളായ മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ അല്ലെങ്കിൽ മറ്റിതര മതങ്ങളോ അല്ല. പിന്നെ ആരാണ്? അന്ന് യഹൂദനാണ്, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. കൃപയാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ആരടിയെ കൊല്ലുവാൻ പുറപ്പെട്ടിറങ്ങിയതെങ്കിൽ അല്ലെങ്കിൽ തകർക്കുവാൻ ശ്രമിച്ചതെങ്കിൽ ഇന്ന് ഉപദേശത്തിന്റെ പേരിൽ ഇന്ന് കൊല്ലാൻ പറ്റില്ല. നിയമങ്ങൾ, രാജ്യ നിയമങ്ങൾ മാറിപ്പോയി. അപ്പൊ എന്ത് ചെയ്യും? തിരസ്കരിക്കുക, തള്ളിക്കളയുക, ഒറ്റപ്പെടുത്തുക, പരിഹസിക്കുക. അത് പൈശാചിക കൂട്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് ആരായിരിക്കണം? തങ്ങൾ തന്നെയാണ് ദൈവത്തിന്റെ ജനം എന്ന് പറയുന്നവരായിരിക്കണം. അവർ പറയും, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവമാണ്. ഏറ്റവും വലിയ സഭ തുടങ്ങി, കത്തോലിക്ക സഭ തുടങ്ങി, പെന്തക്കോസ്ത് വരെയുള്ള മുഴുവൻ വരുന്ന 10,000 കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ പറയുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ത്രിയേക ദൈവമാണ്. ഈ ഭൂരിഭാഗം പറയുന്നു, നിങ്ങൾ കള്ളന്മാരാണ്. എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയല്ലേ ഉള്ളത്? എന്നും ഇങ്ങനെ തന്നെയാ ഉള്ളത്. ഏറ്റവും പ്രബലന്മാര് നിസ്സാരന്മാരെ ഉപദ്രവിക്കുകയും അപമാനിക്കുകയും ചെറുതാക്കി കാണിക്കുകയും ചെയ്യുന്നതാണ് നിലവിലെ വ്യവസ്ഥിതിയെങ്കിൽ അത് അന്ത്യത്തോളം അങ്ങനെ തന്നെ ആയിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്കറിയാം, 2 കൊരിന്ത്യർ 5-ാമത്തെ 1 കൊരിന്ത്യർ 2-ന്റെ 5-ന്റെ 7 നമ്മൾ വായിക്കുന്നത്,
അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവർ അറിഞ്ഞിരുന്നെങ്കിൽ തേജസ്സിന്റെ കർത്താവിനെ അവർ എന്ത് ചെയ്യില്ല, ക്രൂശിക്കയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവരറിഞ്ഞില്ല, എന്നാൽ അറിഞ്ഞവരായ നാം എത്രമാത്രം ഭാഗ്യം ലഭിച്ചവരാണ്. ഇതിന് ഭാഗ്യം എന്നല്ല പറയേണ്ടത്, എത്രമാത്രം വലിയ കൃപ ലഭിച്ചവരാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന്റെ വീണ്ടെടുപ്പിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ദൈവം ഇസ്രായേലിന്റെ ദൈവമായി അറിയപ്പെടുവാനാണ് ആഗ്രഹിച്ചത്. ദൈവത്തിന്റെ ആദ്യത്തെ പദ്ധതിയെങ്കിൽ ദൈവം ഭൂലോകത്ത് ചിതറിപ്പാർക്കുന്ന ആദാമ്യ സന്തതി പരമ്പരകളിൽ നിന്നും അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുന്നത് വരെയുള്ള കാലഘട്ടങ്ങളിലെ പിതാക്കന്മാരിലൂടെ ലോകമാസകലം വ്യാപരിച്ച് വിവിധ കാലങ്ങളിൽ, വിവിധ കാലഘട്ടങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ വിവിധ ദൈവങ്ങളെ ആരാധിച്ചു വന്നിരുന്ന ലോകമാസകലം ചിതറിക്കിടക്കുന്ന മനുഷ്യരെ മുഴുവനും ഇസ്രായേലിന്റെ ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയെ ഉപയോഗിച്ചുകൊണ്ട് അവരെ ഭരിക്കാനാണ് ദൈവം ആഗ്രഹിച്ചത്. യെരുസലേമിൽ നിന്ന് ഭരണം എത്തിക്കാൻ ആഗ്രഹിച്ചത്. എന്നാൽ അവർ ആ പദ്ധതിയോട് സഹകരിച്ചില്ല. അതുകൊണ്ട് ദൈവം അവരെ ആ ദേശത്ത് നിന്ന് ചിതറിച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒന്നാമതായി നമുക്ക് കാണാൻ സാധിക്കും, അവർ ആദ്യമായി അവരുടെ ദേശം വിട്ടുപോകാനുള്ള കാരണം എന്തായിരുന്നു? അവർക്ക് ദൈവം കൊടുത്ത ദേശം, ഒന്നാമത് അവർ ലോകത്ത് നിന്ന് അവരുടെ ദേശത്ത് നിന്ന് അവർ പോയില്ലേ? എങ്ങനെയാ അതിന്റെ കാരണം? ഒന്നാമത് പോയപ്പോഴോ മിശിഹയുടെ നിഴലിനെ അവർ തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ. ജോസഫിനെ അവർ എന്ത് ചെയ്തു? വിറ്റ് കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ജോസഫിനെ വിറ്റ് കളയുമ്പോൾ ദൈവത്തിന്റെ വചനമാണ്, പ്രവചനമാണ്, എല്ലാ പ്രവചനങ്ങളും നിറവേറ്റപ്പെടണം. കാരണം ജോസഫ് പോയിട്ട് ജോസഫിന്റെ അപ്പൻ യാക്കോബോ, അവന്റെ അപ്പൻ ഇസഹാക്കോ, അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി തന്റേതല്ലാത്ത ദേശത്ത് 400 സംവത്സരം അടിമകളായി അവരെ സേവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു സമയം വരുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ കരത്തിന്റെ ശക്തി ഈ ജനം അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതിന് എന്ത് ചെയ്തു? ദൈവം അവരുടെ നടുവിൽ അബ്രഹാമിൽ നിന്നും ഇസഹാക്കും, ഇസഹാക്കിൽ നിന്ന് യാക്കോബും, യാക്കോബിൽ നിന്ന് 12 ഗോത്രങ്ങളെ തെരഞ്ഞെടുത്ത ദൈവം അവരിൽ ഒരുവനെ മിശിഹയുടെ നിഴലായിട്ട് തിരഞ്ഞെടുത്തു, ജോസഫിനെ. ഹല്ലേലൂയ. ദൈവിക കാര്യങ്ങളെ സംസാരിക്കുന്നവനും ദൈവിക കാര്യങ്ങൾ വെളിപ്പെടുത്തപ്പെട്ട സ്വപ്നങ്ങളായും ദർശനങ്ങളായും വെളിപ്പെടുത്തപ്പെട്ട് ദൈവം നിയോഗിച്ച ഒരുവൻ അവരുടെ നടുവിലുണ്ടായിരുന്നു. അവനെ സഹോദരന്മാരെല്ലാം പകച്ചു. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് പകച്ചു? ദൈവത്തിന്റെ പ്രിയമുള്ളവനായി ഒരുവൻ ഇവിടെ നിൽക്കുമ്പോൾ ബാക്കിയുള്ളവർ പകയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ കൂട്ടത്തിന്റെ നടുവിൽ സാക്ഷാൽ ജീവനുള്ള ദൈവം ഏക സത്യ ദൈവമായി വിശ്വസിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ആ ദൈവത്തെ സേവിക്കാൻ വേണ്ടി ലോകത്തിന്റെ കുത്തുകാഴ്ചയാകാൻ മനസ്സോടുകൂടി ഇരിക്കുമ്പോൾ സ്വന്തം സഹോദരങ്ങൾ പകയ്ക്കണം. ഹല്ലേലൂയ. ഇന്ന് ട്രിനിറ്റി നമ്മളെ പകയ്ക്കുന്നുണ്ടെങ്കിൽ അവരറിയുന്നില്ല, അവർ വിചാരിക്കുന്ന അവരാണ് മിടുക്കൻ, അവരാണ് നല്ലവർ, അവരാണ് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ. അങ്ങനെയല്ല. ദൈവത്താൽ ഒരു തെരഞ്ഞെടുപ്പ്, ഒരു ശേഷിപ്പുണ്ടെങ്കിൽ ശത്രുക്കളെല്ലാം ഒരുമിച്ച് കൂടും. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാവർക്കും ഐക്യമെത്തിപ്പെടാനുള്ള കാരണങ്ങളുണ്ട്. എന്നാൽ ജോസഫിന് തന്റെ ദർശനങ്ങളെ മാറ്റിവെച്ചിട്ട് സഹോദരന്മാരുമായിട്ട്, ഇല്ല, ഇനി ഞാൻ ഒരു ദർശനവും പറഞ്ഞാൽ ആരോടും മിണ്ടുകയില്ല, ഞാൻ വെളിപ്പെടുത്താൻ പോകുകയില്ല എന്ന് പറഞ്ഞ് ജോസഫിന് മിണ്ടാതിരിക്കാൻ കഴിയുമോ? ഇല്ല. ജോസഫിനെ വിളിച്ചത് ജോസഫിലൂടെ ചെയ്യാൻ ആഗ്രഹിച്ച പ്രവൃത്തി ദൈവം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ജോസഫ് അവർക്കാരായി തീർന്നു. അവർക്ക് ഓഡ്ബോളായി മാറി, ഒരു വിചിത്ര ജീവിയായി മാറി. അവന്റെ ചേട്ടന്മാർക്ക് ആർക്കും ഇല്ലാത്ത ഒരു പ്രത്യേക സ്വഭാവം. ഹല്ലേലൂയ. അവരാരും സ്വപ്നങ്ങൾ കാണാറില്ല, അവരാരും ദർശനങ്ങൾ കാണാറില്ല, അവരാരും നേരോടെ മാത്രം നടക്കുന്നവരല്ല. എന്നാൽ ജോസഫ് നേരോടെ മാത്രം നടക്കുന്നവനായിരുന്നു. ഒടുവിൽ നമ്മളത് കാണുന്നുണ്ട്. യാക്കോബ് 12 പേരെയും വിളിച്ച് അനുഗ്രഹം കൊടുക്കുമ്പോൾ ഒരു ദോഷവും പറയാനില്ലാത്ത ഒരുവൻ യാക്കോബിനുണ്ടെങ്കിൽ അത് യോസഫായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ജോസഫ് വരാനുള്ള കാലത്ത് സംഭവിക്കാനുള്ളതിനെ സംബന്ധിച്ചുള്ള ദർശനങ്ങൾ കണ്ടത് നിമിത്തം അവർ യോസഫിനെ വിറ്റ് കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പൊട്ടക്കണ്ടലിലിട്ടു, പിന്നെ എടുത്ത് കച്ചവടം ചെയ്ത് അവർ അങ്ങനെ ജോസഫ് പോത്തിഫേറിന്റെ വീട്ടിൽ കൂലിക്കാരനായി, വേലക്കാരനായി പണിയെടുക്കുമ്പോൾ അവിടെയും ജോസഫ് നീതിമാനായതുകൊണ്ട് ചെയ്യാത്ത കുറ്റത്തിന് ജോസഫ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. ഒരു തെറ്റും ചെയ്യാത്തവൻ, തിന്മ നിരൂപിക്കാത്തവൻ, ഹല്ലേലൂയ, ഒരു ചെറുപ്പക്കാരനായിരിക്കെ തന്നെ
വശീകരിക്കുന്ന സാഹചര്യങ്ങളിൽ പെട്ടുപോയപ്പോഴും അവിടം വിട്ട് ഓടിപ്പോയി അവിടുന്ന് പേരിൽ ചില തെളിവുകൾ ഉണ്ടാക്കി അവനെ കാരാഗ്രഹത്തിൽ അടച്ചുവെങ്കിൽ, ഹല്ലേലൂയ, എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു? നമ്മൾ ചോദിക്കും, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് കർത്താവേ? എന്റെ ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നേരല്ലാത്ത ഒന്നും ഞാൻ മനസാക്ഷിക്ക് വിരുദ്ധമായി അറിഞ്ഞോ അറിയാതെയോ, ഒരുപക്ഷെ അറിയാതെ സംഭവിച്ചാൽ പോലും ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഞാൻ ഈ പൊട്ടക്കണത്തിൽ വന്ന് കിടക്കുന്നത് എന്ന് യോസഫിനെ ചോദിക്കാമായിരുന്നു. ഹല്ലേലൂയ. എന്ന യോസഫ് ഒരിക്കൽ പോലും ദൈവത്തോട് പരാതി പറഞ്ഞില്ല. ആമേൻ. തന്റെ നിരപരാധിത്വം, ഞാൻ ഇങ്ങനെയൊക്കെയാണ് കർത്താവേ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഞാൻ ഈ ഇരുണ്ട ഈ കൊണ്ടറയ്ക്കകത്ത് ഈ തേയും സംവത്സരങ്ങൾ കഴിയേണ്ടി വന്നത്? ഞാൻ എന്ത് നീതി പ്രവർത്തിച്ചിട്ട് ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ആ സ്ത്രീ എന്നെ കുറ്റക്കാരനായി കുറ്റം വിധിച്ച് ഈ കാരാഗ്രഹത്തിന്റെ ഈ ഇരുണ്ട സാഹചര്യത്തേക്ക് എന്നെ തള്ളിവിട്ടത് എന്തിനാണ്? ഹല്ലേലൂയ. പിന്നെയും അവിടുന്ന് രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് കർത്താവെ അവർക്കത് ഓർക്കാതെ മറന്നുപോയി എന്ന് ചോദിക്കാം. എന്നാൽ ദൈവം എല്ലാ കാലത്തേക്കും നമ്മെ തള്ളിക്കളയില്ല. ദൈവം വിടുവിക്കുന്ന ഒരു ദിവസം വരും. ഹല്ലേലൂയ. അന്ന് ശത്രുവിനെ മിണ്ടാൻ, അവർ മുഖത്ത് നോക്കി മിണ്ടാൻ ശബ്ദമുണ്ടായിരിക്കുകയില്ല. ഹല്ലേലൂയ. ഒടുവിൽ ജോസഫ് ഈജിപ്തിന്റെ ചക്രവർത്തി ആയപ്പോഴേക്കും ജോസഫ് കണ്ട സ്വപ്നങ്ങൾ നിവർത്തിക്കേണ്ട സമയം ദൈവത്തിന് വന്നുയർന്നു. ഹല്ലേലൂയ. അപ്പോൾ ദാരിദ്ര്യ നിമിത്തം ഇസ്രായേൽ ജനം, അവർക്ക് ദൈവം അബ്രഹത്താൽ കൊടുക്കപ്പെട്ട ദേശം വിട്ട് പരദേശത്ത് 400 ചില്ലുവാനും വർഷങ്ങൾ പാർക്കേണ്ടി വന്നു. ഈ കാലഘട്ടങ്ങളിൽ വീണ്ടും അവരുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ അവിടെ കയ്യേറി. ഹല്ലേലൂയ. പിന്നെയാണ് അവിടെ ഫിലിസ്തീൻ എന്ന് ഇന്ന് നമ്മൾ പറയുന്ന ഫിലിസ്തീൻ നിവാസികൾ, അവർ പാലസ്തീൻകാരല്ല, പാലസ്തീനിൽ വസിക്കുന്നു, ഫിലിസ്തീനിൽ വസിക്കുന്നു എന്നതിന്റെ പേരിൽ മാത്രം പലസ്തീൻ എന്ന പേര് വന്നതാണ്. അവിടെ അന്ന് ഇസ്ലാമോ മുസ്ലിമോ ഒന്നും ഇല്ല, നമുക്കറിയാം. അത് ഉണ്ടായിട്ട് തന്നെ എത്ര വർഷമായിട്ടുള്ള 1400 വർഷത്തെ പാരമ്പര്യമുള്ളൂ. നമ്മൾ പറയുന്നത് ജോസഫിന്റെ കാലഘട്ടത്തെ കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒന്നാം പ്രാവശ്യം അവർ അവരുടെ ദേശത്ത് നിന്ന് പോയി. പ്രൈസ് ദി ലോർഡ്. പിന്നീട് ദൈവം ഹല്ലേലൂയ അവരെ മോശ മുഖാന്തരം അവരുടെ ദേശത്ത് കൊണ്ടുവന്നു. ഒടുവിൽ അവരുടെ സാക്ഷാൽ അവരുടെ യോസഫിന്റെ ആ നിഴലല്ല പൊരുളായവൻ വന്നപ്പോൾ അവനെയും തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ സന്തതികളെയും ഓർത്ത് കരയുവൻ എന്ന് കർത്താവ് കാൽവരിയിലേക്കുള്ള യാത്രയിൽ പറഞ്ഞു. ആ പ്രവചനമാണ് AD 70 ടൈറ്റസ് ചക്രവർത്തി യെരൂശലേമിനെ വളയുമ്പോൾ നിവൃത്തിയായത്. അങ്ങനെ അവർ എല്ലാ യഹൂദന്മാരും ലോകരാഷ്ട്രങ്ങളിലേക്ക് പലായനം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി അവരുടെ മാതൃരാജ്യം അവർക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ ദൈവം അവരോട് പറഞ്ഞ വാഗ്ദത്തം ഇങ്ങനെയാണ്. അബ്രഹത്തോട് പറഞ്ഞു, എന്താ വാഗ്ദത്തം? നിനക്കും നിനക്ക് ശേഷം നിന്റെ സന്തതിക്കും ഈ ഭൂമി ഞാൻ ശാശ്വത അവകാശമായി തരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം ദൈവം തന്റെ ജനത്തിന് ശാശ്വതമായിട്ട് കൊടുത്തത്. ആ ദൈവം തന്നെ ചില കാലങ്ങളിൽ അവരെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടിട്ടുണ്ട്. ആമേൻ. അവരൊക്കെ എന്നൊക്കെ അവർ അകൃത്യം ചെയ്ത് സത്യദൈവത്തിൽ നിന്ന് തിരിയുകയും പാപം ചെയ്യുകയും ചെയ്തിട്ടുണ്ടോ, അന്നൊക്കെ അവരെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിലും ദൈവം തന്റെ വാഗ്ദത്തം നിവർത്തി മറന്നുപോയിട്ടില്ല. ഹല്ലേലൂയ. ഇനിയും അവരെ അവിടുന്ന് പറിച്ചു കളയാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? കർത്താവ് പറഞ്ഞിടത്തുനിന്ന് പറിച്ചു കളയാൻ ഇവിടുന്ന് ലോകത്തിലെ ഏത് ഭരണാധികാരികൾ വിചാരിച്ചാലും, തെമ്മാടി രാഷ്ട്രം എന്ന് വിളിച്ച് അവരെ അപമാനിച്ചാലും, അറിവില്ലാത്തവന്റെ ജൽപ്പനങ്ങളായി മാത്രമേ അറിയുന്നവർക്ക് ഇതിനെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ നമുക്കറിയാം, ഒരിക്കലും മുറിച്ചു മാറ്റാൻ കഴിയാത്ത ഒരു റിലേഷൻഷിപ്പ് ദൈവത്തിന് ഇസ്രായേലിനോടുണ്ട്. അവരെ പോൾ പറയാണ്, ദൈവം തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞവോ എന്ന് പറയുകയാണ്. പൗലോസ് പറയാണ്, ഒരു നാളുമില്ല. ഹല്ലേലൂയ. നമുക്കത് വായിക്കാം. റോമലേഖനം നമ്മൾ വായിച്ച ആ 11-ാമത്തെ അധ്യായത്തിന്റെ 9, 10, 11 നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. 9 അധ്യായം 10 ഇസ്രായേലിന്റെ പ്രത്യേകത കുറിച്ച് ആദ്യം മാത്രം നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. 9-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഫോഴ്സല്ല, അല്ലേ? എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവും ഉണ്ട് എന്ന് എന്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട്
ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അവർ ഇസ്രായേലിയർ ആരാണ്? എന്റെ ചാർച്ചക്കാരും ബന്ധുക്കളും ആരാണ്? അവർ ഇസ്രായേലിയരാണ്. പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളത്, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നല്ല ഉത്ഭവം. ജഡപ്രകാരം ശ്രദ്ധിക്കണം, ജഡപ്രകാരമാണ് ക്രിസ്തു അവരിൽ നിന്ന് ഉത്ഭവിച്ചത്. ജഡം സംബന്ധിച്ചവൻ ദാവീദിന്റെ സന്തതി എന്ന് പറയുന്നല്ലേ. മരിച്ചിട്ട് നീ ആത്മാവ് സംബന്ധിച്ച് നീതിയോടെ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെട്ടു എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ഇപ്രകാരം വീണ്ടെടുപ്പുകാരനായി അബ്രഹാമിന്റെ ദാവീദിന്റെ കർത്താവായി ഇസ്രായേലിന്റെ ദൈവമായി അബ്രഹാമിന്റെ സന്തതിയായി ദാവീദിന്റെ സന്തതിയായി മനുഷ്യപുത്രനായി ദൈവപുത്രനായി ഈ ലോകത്തിലേക്ക് വരുന്ന ആ കർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പോൾ പറയുകയാണ്, അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും ബഹുമാനവും പിതാക്കന്മാരും എല്ലാം അവർക്കുള്ളത്. ഹല്ലേലൂയ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നത്ര ഉത്ഭവിച്ച് അവൻ എന്നേക്കും ദൈവമായി വാഴ്ത്തപ്പെട്ടവൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇസ്രായേലിന്റെ ദൈവമായി ഇരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പോൾ പറയുകയാണ്, എന്നേക്കും ദൈവമായിരിക്കുന്നവനാണ് ആര്? കർത്താവായ യേശു ക്രിസ്തു. അത് യഹോവയെ അസ്ഥിരമാക്കുന്നില്ല, യഹോവ തന്നെയാണ് ജഡത്തിൽ വെളിപ്പെട്ടതെന്ന് പോൾ അവരെ പറഞ്ഞു വെക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മള് അടുത്ത വായിക്കാൻ വേണ്ടിയിട്ട് 10-ാമത്തെ അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, സഹോദരന്മാരെ അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എന്റെ ഹൃദയ വാഞ്ചനയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. ആരെ കുറിച്ചാ? തന്റെ സഹോദരന്മാരായ ഇസ്രായേലിനെ കുറിച്ച് പോൾ പറയുകയാണ്, ദൈവത്തോട് പറയുകയാണ്, എന്താണ്? അവർ രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് എന്റെ ഹൃദയ വാഞ്ചയും അവർക്ക് വേണ്ടിയുള്ള ദൈവത്തോടുള്ള എന്റെ യാചനയും. കാരണം എന്താണ്? കാരണം പറയാണ്, അവർ പരിജ്ഞാന പ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ സാക്ഷ്യം പറയുന്നു. അവർക്ക് ദൈവത്തെ കുറിച്ച് എരിവുണ്ടോ? ഇന്നും എരിവുള്ളവരാണ് അവര്, അല്ലേ? പക്ഷെ പരിജ്ഞാനമില്ല. ആമേൻ, ആമേൻ. ദൈവത്തെ അവർ പരിജ്ഞാന പ്രകാരം അന്വേഷിച്ചില്ല, മറിച്ച് ആലടിയ ബുദ്ധി കൊണ്ട് അന്വേഷിക്കാൻ ശ്രമിച്ചു, പ്രവൃത്തികളാൽ അന്വേഷിക്കാൻ ശ്രമിച്ചു. അടുത്ത വാക്യം, അല്ലെങ്കിൽ ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരാകുന്നു എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയും. പോൾ ഒരു യഹൂദൻ എന്നുള്ള നിലയിൽ പോളിന് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും, അവർ ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരാണ്, തീഷ്ണതയുള്ളവരാണ്. ഹല്ലേലൂയ. അറിയുന്നു, സാക്ഷ്യം പറയുന്നു. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചതുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കേവലം യഹൂദന് മാത്രം സംഭവിച്ച കാര്യമല്ല ഇത്. ഇന്ന് ദൈവസഭ എന്ന് പറയുന്നവരും സ്വന്തം നീതി സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ട് സ്വന്തം ബുദ്ധിയും ബൈബിൾ കോളേജിൽ നിന്ന് തങ്ങൾ പഠിച്ച പ്രമാണങ്ങളും തങ്ങളുടെ പിതാക്കന്മാര് ആചരിച്ചു വന്നിരുന്നതും പിന്തുടരുന്നത് കൊണ്ട് വെളിപ്പാടിനാലല്ല, പരിശുദ്ധാത്മാവിനാലല്ല, മറിച്ച് സ്വന്തം നീതി പിതാക്കന്മാരുള്ള ലഭിച്ച വിജ്ഞാന പ്രകാരം അന്വേഷിക്കുന്നത് കൊണ്ട് അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ ആർക്ക് ഇന്നും അറിയാതിരിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പോൾ പറയുകയാണ്, അവരെന്ത് ചെയ്തു? അവർ സ്വന്തം വിദ്യാഭ്യാസം, സ്വന്തം നോളജ്, സ്വന്തം കഴിവ് ആൾറെഡി ആ മുമ്പിൽ ദൈവത്തിന് മുമ്പിൽ വെക്കാൻ ശ്രമിച്ചു. അപ്പോൾ സർവശക്തനായ ദൈവം എന്ത് ചെയ്തു? അവന്റെ ബുദ്ധിക്ക് താഴെ ഹല്ലേലൂയ ചാണകം മണക്കുന്ന ഒരു പുൽത്തൊഴുത്തിൽ തന്റെ മകന് താൻ ഈ ലോകത്തിലേക്ക് ജനിക്കാനിരിക്കുമ്പോൾ എങ്ങനെ വരും? അവന്റെ ഏറ്റവും തല ഉയർന്ന ബുദ്ധിയുടെ താഴെ കൊണ്ട് ദൈവം പ്രവൃത്തി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി എപ്പോഴും അങ്ങനെയാണ്. മനുഷ്യന്റെ ചിന്തയുടെ 7 അയലത്ത് പോലും വരില്ല ദൈവത്തിന്റെ പ്രവൃത്തിയുടെ വലിപ്പം. ഹല്ലേലൂയ. അതുകൊണ്ട് പറയാണ്, അവർ ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായ പ്രമാണത്തിന്റെ അവസാനമാകുന്നു. ഹല്ലേലൂയ. ആർക്കാണ്? വിശ്വസിക്കുന്ന ഏതൊരുവനും നീതി ലഭിക്കും. ഏത് നീതി? കർത്താവായ യേശു ക്രിസ്തുവിന്റെ സൗജന്യമായി കാൽവരിയിൽ സ്ഥാപിക്കപ്പെട്ട നീതി ലഭിക്കേണ്ടതിന് ക്രിസ്തു ന്യായ പ്രമാണത്തിന്റെ അവസാനമായി തീർന്നു. ഇന്നും ക്രിസ്തുവിനെ അംഗീകരിക്കാത്തതുകൊണ്ട് ന്യായ പ്രമാണം അവസാനിച്ചിട്ടില്ല യഹൂദന്. ഹല്ലേലൂയ. ഇന്നും ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരെല്ലാം ശാപത്തിന്റെ കീഴാകുന്നു ബൈബിൾ പറയുക. ന്യായ പ്രമാണം നമ്മൾ ആചരിക്കുന്നെങ്കിൽ പോൾ പറയാണ്, നിങ്ങൾ കൃപയിൽ നിന്ന് എന്ത് ചെയ്തു? വേർപെട്ട് പോയി എന്നാ പറയുന്നത്. അപ്പം
നമുക്കറിയാം പുതിയ നിയമത്തിൽ പുതിയ തരത്തിലുള്ള കുറെ ക്രിസ്ത്യാനികൾ ഉണ്ട്. ന്യായ പ്രമാണവും കൂടി അനുഷ്ഠിക്കണം, അത് 10 കൽപ്പനയിലുള്ളതാണ് എന്ന് പറയുന്ന ആളുകൾ ലോകത്തിൽ പെരുകി വരിക. ഏതെങ്കിലും ഒരു കാര്യം കൊണ്ടുവന്ന് ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ന്യായ പ്രമാണം കൂടി അനുസരിച്ചാൽ മാത്രമേ നമുക്ക് ബലം വരികയുള്ളൂ എന്ന് പറയുന്ന ഏതൊരു തത്വസംഹിതയും ദൈവത്താലുള്ളതല്ല. ആമേൻ. നമുക്ക് മുമ്പിൽ മാതൃക വെച്ചിട്ടുള്ളത് അപ്പോസ്തലന്മാരാണ്. മാത്രമല്ല യഹൂദനെ സംബന്ധിച്ച്, അവന്റെ പ്രമാണങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ആധികാരികമായി അഭിപ്രായം പറയാൻ കഴിവുള്ള, ശേഷിയുള്ള, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പോൾ പറയുകയാണ്, ക്രിസ്തു ന്യായ പ്രമാണത്തിന്റെ അവസാനം. എന്ന് വെച്ചാൽ ന്യായ പ്രമാണം ക്രിസ്തുവിൽ എന്തായി തീർന്നു? അവസാനിച്ചു. അല്ലെങ്കിൽ ന്യായ പ്രമാണം ക്രിസ്തുവിൽ നിവൃത്തിയായി. ക്രിസ്തുവിൽ ന്യായ പ്രമാണം നിവൃത്തിയായി എങ്കിൽ ഹല്ലേലൂയ, പിന്നെ നാം പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലല്ല രക്ഷ പ്രാപിക്കുന്നത്, കൃപയാല. ഹല്ലേലൂയ. പ്രമാണ അനുഷ്ഠാനങ്ങളാലല്ല, കൽപ്പനകളുടെ അനുഷ്ഠാനത്താലല്ല, കൃപയാൽ ദൈവത്തിന് പ്രസാദം നമ്മളോട് തോന്നിയത് കൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവസാനമാകുന്നു, ന്യായപ്രമാണത്താൽ ഉള്ളത് നീതി സംബന്ധിച്ച് പറയുന്നത്, അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും. ന്യായപ്രമാണത്തിന്റെ നീതി എന്താ? നിങ്ങൾക്ക് ന്യായപ്രമാണ പ്രകാരം ജീവിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ന്യായപ്രമാണം ചെയ്യണം. എന്ന് വെച്ചാൽ ന്യായപ്രമാണം അനുവർത്തിക്കണം, തെറ്റ് കൂടാതെ, പിഴ കൂടാതെ അതിനെ നിവർത്തിക്കണം. ഹല്ലേലൂയ എന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറയുക. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് 11-ാം അധ്യായത്തിലേക്ക് പോകാം. 11-ാം അധ്യായത്തിൽ അതിന് 13-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, അതിനു മുമ്പ് നമുക്ക് 7-ാമത്തെ വാക്യം മുതൽ വായിക്കാം. അങ്ങനെ 5 മുതൽ, അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിന് പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാലെങ്കിൽ പ്രവർത്തിയാലല്ല, എങ്കിൽ കൃപയല്ല. ആകയാൽ ഇസ്രായേൽ താൻ തിരഞ്ഞെടുത്ത പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ പ്രാപിച്ചു. ശേഷമുള്ളവരെ കഠിനപ്പെട്ടിരിക്കുന്നു. ദൈവം അവർക്ക് ഇന്ന് വരെ ഗാഢനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പോൾ ഇത് പറയുമ്പോൾ അന്നത്തെ സിറ്റുവേഷനിലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ, ഇന്നും യഹൂദന് കൊടുത്തിരിക്കുന്ന കണ്ണ് ഏതാണ്? കാണാത്ത കണ്ണ്. യഹൂദന് കണ്ണ് എന്ന് തുറക്കും? സഭ മാറ്റപ്പെട്ട് കഴിയുമ്പോഴുള്ള ഇവിടുത്തെ അവസ്ഥ മാറ്റം വരുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്, പ്രവാചകന്മാർ പറഞ്ഞ പ്രകാരം ക്രിസ്തു വരേണ്ടതായിരുന്നല്ലോ, ഈ കഷ്ടങ്ങൾക്കെല്ലാം മുമ്പിൽ ആര് വരണം? മെസ്സിഹ വരേണ്ടതാണ് എന്ന് പറയും. അപ്പോഴാണ് അവർക്ക് മെസ്സിഹ അവരുടെ മുമ്പിൽ വെളിപ്പെട്ട് വരുന്നത്. കഠിനപ്പെട്ടിരിക്കുന്നു. ദൈവം അവർക്ക് ഇന്നവരെ ഗാഢനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അവരുടെ മേശ അവർക്ക് കണിയും കുടുക്കും ഇടർച്ചയും പ്രതികാരവുമായിരിക്കട്ടെ. അവരുടെ കണ്ണ് കാണാതെ വണ്ണം ഇരുണ്ടു പോകട്ടെ. അവരുടെ മുതുക് എല്ലായ്പ്പോഴും കുനിയണമേ എന്ന് ദാവീദും പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ദാവീദും പ്രവചനാത്മാവിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വരാനിരിക്കുന്ന കാര്യം എന്താണ്? അവരുടെ മേശ അവരെന്തിനെയാണോ മുന്നേ വെച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ നമുക്കറിയാം, ബൈബിളിലേക്ക് വരികയാണെങ്കിൽ മേശ ഉപയോഗിക്കുന്ന പുൾപിറ്റിനെയാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ കപട ഉപദേശങ്ങൾ പ്രസ്താവിക്കുന്ന ഓരോ പുൾപിറ്റും അനേകർക്ക് കുടുക്കും കെണിയുമാണ്. ഹല്ലേലൂയ. ഇന്ന് അവരുടെ വചനം, അവരുടെ ശുശ്രൂഷ നിർവഹിക്കാൻ അവർ തിരഞ്ഞെടുക്കുന്ന അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അവർക്ക് കുടുക്കും കെണിയുമായിരിക്കും. കാരണം അതിൽ കൃപയില്ല, പ്രവൃത്തി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർക്കത് ഇടർച്ചയും പ്രതികാരവുമായിരട്ടെ. അവരുടെ കണ്ണ് കാണാതെ വണ്ണം ഇരുണ്ടു പോകട്ടെ. അവരുടെ മുതുക് എല്ലായ്പ്പോഴും കുനിയണമേ എന്ന് ദാവീദും പറയുന്നു. എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു. ഹല്ലേലൂയ. പോൾ ചോദിക്കുകയാണ്, അവർ വീഴാൻ വേണ്ടിയാണോ അവർ ഇടറിയത്? അവർക്ക് ആഗ്രഹമില്ല, അവർ ഇടറിയുന്നവർ അറിയുന്നില്ല. എന്നിട്ട് പോൾ പറയുകയാണ്, ഒരു നാളുമല്ല, അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു. ഹല്ലേലൂയ. നമുക്ക് രക്ഷ വന്നു. എന്തിനാ അവർക്ക് എരിവ് വരണം? അവർക്ക് ഇത് വേണം, അവരുടെ തീഷ്ണത വർദ്ധിക്കാൻ വേണ്ടി എന്നേ ഉള്ളൂ. എന്നിട്ട് പറയുകയാണ്, അവരുടെ രക്ഷ വന്നു എന്നേ ഉള്ളൂ. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുത്തുവാൻ. ഇവിടെ ഭൗതിക സമ്പത്തല്ല പറയുന്നത്. അവരുടെ ലംഘനം കൊണ്ട് എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ. ലോകത്തിന്, എന്ന് വെച്ചാൽ ഇസ്രായേൽ ഒഴികെയുള്ള രാജ്യങ്ങൾക്ക്, ലോക ജാതികൾക്ക് അനുഗ്രഹമായി തീർന്നു അവരുടെ ലംഘനം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇത് അവർക്ക് കിട്ടണ്ട. ആമേൻ. നമ്മളിന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം
അവർക്ക് ലഭിക്കേണ്ടതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവർ ദൈവത്തെ വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം അറിഞ്ഞിരുന്നെങ്കിൽ. ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുത്തുവാൻ കാരണമായി. സമ്പത്ത് എന്ന് പറയുന്നത് കാണിക്ക കിട്ടുന്ന സമ്പത്തല്ല കേട്ടോ, ആത്മീയ സമ്പത്ത്, വിലമതിക്കാനാവാത്ത സമ്പന്നതയാണ് ദൈവം വചനം പറയുന്നത്. അതുകൊണ്ടാണ് നാം സമ്പന്നരാകേണ്ടതിന് അവനാരായി തീർന്നു, ദരിദ്രനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്ര വലുതായിരിക്കും. ഇനി അവരെ ഒന്ന് പൊലിച്ച് തിരിച്ചു കൊണ്ടുവന്ന അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, നമുക്ക് ഇത്രയും തന്നെങ്കിൽ, അവകാശികൾക്ക് നിഷേധിച്ചിട്ട് നമുക്ക് ഇത്രയും തന്നെങ്കിൽ, അവരെ തിരിച്ചുകൊണ്ട് പാർപ്പിക്കുമ്പോൾ എന്തായിരിക്കും അവർക്ക് ലഭിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ജാതികളുടെ അപ്പോസ്തലനായിരിക്കാൻ ഞാൻ എൻ്റെ സ്വജാതിക്കാർക്ക് വല്ല വിധേനയും സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലർ രക്ഷിക്കാമല്ലോ എന്ന് വെച്ച് തന്നെ ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പരിശുദ്ധാത്മ ജ്ഞാന നിറവുള്ള ദൈവത്തിന്റെ ദാസൻ പറയുകയാണ്. അതുകൊണ്ട് ഈ യഹൂദനായിരിക്കുന്ന എനിക്ക് ജാതികളുടെ അപ്പോസ്തലത്വത്തിനായ ഒരു ശുശ്രൂഷ നൽകി, അത് വല്ല വിധേനയും എന്റെ മതക്കാരായ, എന്റെ ജാതിക്കാരായ ഇസ്രായേലിന് വല്ല വിധേനയും എരിവുണ്ടാക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വലിയ സ്പർദ്ധയോ കോപമോ ജനിപ്പിച്ചുവെങ്കിൽ അവരിൽ അങ്ങനെ ചിലർ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് ഞാൻ എന്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി. ആമേൻ. അവരുടെ ഭ്രംശം, അവരുടെ തിരസ്കരണം ലോകത്തിന് നിരപ്പാൻ കാരണമായി. എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? അവരെ അംഗീകരിക്കുന്ന നാൾ വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവനും അങ്ങനെ തന്നെ, വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായി നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളികളായി തീർന്നുവെങ്കിലോ കൊമ്പുകളുടെ നേരെ നീ പ്രശംസിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അവയിൽ ചില കൊമ്പുകളെ, ഈ ഒലിവിന്റെ ചില കൊമ്പുകളെ ഒടിച്ചു മാറ്റിയിട്ട് ജാതികളായി എന്നെയും നിങ്ങളെയും അവിടെ ഒട്ടിച്ചു ചേർത്തിട്ട് നീ അവിടെ നിലനിൽക്കുന്ന കൊമ്പുകളോട് ഞാൻ വലിയ കേവനായതുകൊണ്ടാണ് എന്നെ പിടിച്ചിവിടെ ഒട്ടിച്ചു ചേർത്തതെന്ന് വിചാരിച്ചുകൊണ്ട് നിഗളിക്കരുത്. ഇന്ന് ദൈവം പലവിധമായ ശുശ്രൂഷകൾ നൽകി ഹല്ലേലൂയ ചിലരെ തെരഞ്ഞെടുത്തിട്ട് ദൈവം തന്റെ വേലയ്ക്കാക്കി വെച്ചിട്ട് അത് ഉപജീവന മാർഗത്തിനും പണസമ്പാദനത്തിനും പ്രശംസയ്ക്കും പുകഴ്ചയ്ക്കും ഹല്ലേലൂയ അനാവശ്യ കാര്യങ്ങൾക്കും സഭയെ ദുരുപയോഗം ചെയ്യുന്ന തലത്തിലേക്ക് വന്നിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നിന്നെ വെട്ടിക്കളയാനുള്ള നാളും അധിക ദൂരത്തല്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളികളായി തീർന്നുവെങ്കിലോ കൊമ്പുകളുടെ നേരെ നീ പ്രശംസിക്കരുത്. പ്രൈസ് ദി ലോർഡ്. മുമ്പ് ഇങ്ങനെ ഇപ്രകാരം ദൈവം ചിലരെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, നിന്നെ അവിടെ വെട്ടി ദൈവം ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നീ കാട്ടൊലിവായിരുന്നു, നിന്റെ ഫലം കാട്ടൊലിവിന്റെ ഫലമായിരുന്നുവെങ്കിൽ നിന്നെ ഹല്ലേലൂയ ഫലം കായ്ക്കുന്ന നീരുറവുള്ള വേരിന് ഫലപ്രദമായ ഫലം കായ്ക്കുന്ന കൊമ്പുകളുടെ നിന്നെ ബഡ് ചെയ്ത് ഉയർത്തുവെങ്കിൽ നീ നിഗളിക്കരുത് എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, ലോകത്തിൽ അനവധി ദൈവദാസന്മാര്, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട അനവധി ദൈവദാസന്മാര് ഇടറിപ്പോയ 3 കാര്യങ്ങളാണ്: പെണ്ണ്, പണം, പ്രശസ്തി. പ്രൈസ് ദി ലോർഡ്. ഒട്ടുമിക്ക ആളുകളും ഇതിൽ വീണിട്ടുണ്ട്. പഴയ നിയമത്തിലും വീണിട്ടുണ്ട്, പുതിയ നിയമത്തിലും വീണിട്ടുണ്ട്. ഇതിൽ വീഴാതിരിക്കണമെങ്കിൽ അനിതര സാധാരണമായ ദൈവകൃപയും പ്രാർത്ഥനയും വേണം. പ്രൈസ് ദി ലോർഡ്. തന്റെ കയ്യാൽ ചില ശുശ്രൂഷകൾ നടന്ന് ചില രോഗങ്ങൾ മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ താൻ ഒരു രോഗശാന്തി ശുശ്രൂഷക്കാരനാണെന്ന് എവിടെയെങ്കിലും താൻ അറിയാതെ എഴുതി വെച്ചാൽ അത് മായിച്ചു കളയാൻ നിർബന്ധിക്കുന്നവരായിരിക്കണം ദൈവദാസൻ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പ്രത്യേക കൃപാവരമുണ്ട് എന്ന് ഞാൻ എന്തെങ്കിലും കൃപാവരങ്ങൾ എനിക്ക് സിദ്ധിച്ചതിന് ശേഷം ഞാൻ മറ്റുള്ളവരോട് പറയാൻ ശ്രമിക്കുന്നെങ്കിൽ ഞാൻ വീണ് തുടങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മളുടെ ആരുടെയും മിടുക്ക് കൊണ്ടല്ല നമ്മെ തെരഞ്ഞെടുത്ത ദൈവം മറ്റൊരുവന് വേണ്ടി നമ്മളെ ഒരു ചാലകമാക്കി ഉപയോഗിക്കുന്നെങ്കിൽ കേവലം ഒരു വൈദ്യുതി വയറിന്റെ മാത്രമേ നമുക്ക് അതിൽ കടന്നു വരുന്ന ഏതോ പവർ സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട എനർജി എവിടെയോ ആർക്കോ വെളിച്ചമേകുന്ന ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ആർക്കോ ആവശ്യക്കാരിലേക്ക് കടന്നു പോകാനുള്ള ഒരു ചാലകമായി എന്നെ ദൈവം തെരഞ്ഞെടുത്തു എന്നതിനപ്പുറമായി മേനി നടിക്കുന്ന എല്ലാവരും വീണ്ടും പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് എന്താ സംഭവിച്ചേക്കുന്നത്? ഇന്ന് എന്തെങ്കിലുമൊക്കെ കൃപാവരങ്ങൾ ലഭിക്കപ്പെട്ട ആളുകൾ
അതിനെല്ലാം തങ്ങളുടെ സമ്പത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന തരത്തിലേക്ക് മാറിപ്പോയി. അവരെ വെച്ച് ഇന്ന പ്രയോജനമുള്ള ഇന്ന ദൈവദാസൻ വരുന്നുണ്ട്, അനുഗ്രഹീത ദൈവദാസൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ അത്ഭുത പ്രവർത്തകൻ വരുന്നുണ്ടെന്നുള്ള പോസ്റ്റർ അടിച്ചു വെക്കുന്ന സഭകളും സംഘടനകളും ഇതിന്റെ കൂട്ടുപങ്കാളികളായി തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. അറിഞ്ഞോ അറിയാതെയോ ഈ പുകഴ്ച അവരിലേക്ക് കൊണ്ട് നിഗളമാക്കി മാറ്റുന്ന ഒരു പിശാച് അലറുന്ന സിംഹം പോലെ നമ്മുടെ ചുറ്റിലും നടക്കുന്നുണ്ടെന്ന് മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രസംഗിക്കാൻ അറിയാമെങ്കിൽ, പാടാൻ അറിയാമെങ്കിൽ, നമ്മുടെ ഒരു ശുശ്രൂഷയിൽ ദൈവം ഒരു അത്ഭുതം ചെയ്തെങ്കിൽ അതിനൊന്നും ഒരു മെറിറ്റിനും 1% അവകാശം പറയാൻ നമുക്ക് യോഗ്യതയില്ല. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളോട് കുറവ് തോന്നി, നമ്മെ ഒരാൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. അത് ദൈവത്തിന് നമുക്കൊരു പാർട്ട് തന്നു എന്നോർത്ത് നമ്മൾ എപ്പോഴും തലകുലിച്ചിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് വേറെ കൊടുക്കാമായിരുന്നില്ലേ? ദൈവം എനിക്ക് തന്നത് എന്നെ കൂടുതൽ എളിമപ്പെടുത്തുവാനും താഴ്മപ്പെടുത്തുവാനുമാണ് ഇടയാക്കേണ്ടതെങ്കിൽ ഇന്ന് നാം കാണുന്നത് എന്താണ്? കുറെ ആളുകൾ വന്നു ചേർന്നു കഴിഞ്ഞാൽ വചനത്തിൽ ഇല്ലാത്തതും സമ്പത്തുണ്ടാക്കാവുന്ന മാർഗങ്ങളെ കുറിച്ച് പറയുക, അവരെ പ്രലോഭിപ്പിക്കുക, സമ്പത്തുണ്ടാക്കാനുള്ള വഴികളെ കുറിച്ച് പറയുക, പ്രത്യേകിച്ച് വല്ല കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെ ബൂസ്റ്റ് ചെയ്ത് കാണിക്കുക, നടന്നില്ലെങ്കിൽ അത്ഭുത പ്രവർത്തകനാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുന്ന ടീം വർക്ക് ചെയ്യുക. ഹല്ലേലൂയ. ഒരു സത്യമാർഗത്തിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ്. ഒരുപക്ഷെ ഏക സത്യദൈവ വിശ്വാസികളായ ക്രിസ്ത്യാനികൾ ഇതിന് മുതിരാറില്ല. കാരണം അവർക്ക് ദൈവത്തോടുള്ള ഭയം കൂടുതലാണ്. ഹല്ലേലൂയ. കാരണം ആ പിശാച് പോലും പേടിക്കുന്നത് ഏക സത്യദൈവത്തെയാണ്. ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഓക്കെ, തുറന്നു വായിക്കാം. അതുകൊണ്ട് എന്നാൽ നിന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞെന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. വിശ്വാസത്താൽ നീ നിൽക്കുന്നു, നെളിയാതെ ഭയപ്പെടുക. പ്രൈസ് ദി ലോർഡ്. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം എന്ന് പോൾ റോമാലേഖനത്തോട് പറയുക. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം കൈവശം വെച്ചിട്ടും സ്വയം അഹങ്കരിക്കുകയും സ്വയം പുകഴ്ത്തുകയും ചെയ്യുന്ന, സുവിശേഷ വേല ബിസിനസ്സായി ആദായ മാർഗമാക്കി ഉപയോഗിക്കുന്ന ആളുകൾ, ജനത്തിന്റെ അവരുടെ ദൗർബല്യങ്ങൾ മുതലെടുത്തുകൊണ്ട് ധനസമ്പാദനത്തിന് വേണ്ടി ഇവയൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് പല ആളുകൾക്കും യഥാർത്ഥ വേലയെയും വേലക്കാരെയും അറിയാതിരിക്കുന്ന ഒരു തലമുറ വന്നു ചേർന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആരാണ് ഈ ദൈവത്തിന്റെ വേലക്കാരൻ എന്നറിയാൻ കഴിയാത്ത ഒരു ഇരുട്ട് മൂടിയ ഒരു സന്ധ്യാകാലം നമ്മുടെ മുമ്പിൽ വന്നു ചേർന്നിരിക്കുക. അതുകൊണ്ട് ഈ കാര്യങ്ങളെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിനെ ഇതെല്ലാം ചെയ്തിട്ടും യേശുവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിലോ? നമുക്കറിയാം, ദൈവം മുന്നമേ നിയമിക്കാത്ത ആർക്കും ഇത് തിരിച്ചറിയാൻ കഴിയില്ല. അവരിതിന് മേളിൽ കൂടെ നടന്നു പോകും, അവരിത് വായിച്ച് കടന്നു പോകും, പക്ഷെ അവരെ സ്പർശിക്കത്തില്ല. നമുക്ക് വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം, അതിന്റെ 41-ാമത്തെ വാക്യവും അതിനുശേഷം 1-ന്റെ 49-ാമത്തെ വാക്യവും. 41, 40 മുതൽ വായിച്ചു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച രണ്ടുപേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ടു അവനോട്, ഞങ്ങൾ മസീഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു. മതി. ഇവിടെ നമുക്കറിയാം, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ വിശുദ്ധ സഭയുടെ താക്കോൽ ഏൽപ്പിച്ചത് പത്രോസിനെയാണ്, അല്ലെ? പത്രോസിനോട് പറഞ്ഞ സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. എന്നാൽ വാസ്തവത്തിൽ ഈ പത്രോസിനെ കർത്താവിന്റെ ഇടയ്ക്ക് കൊണ്ടിരുന്ന ആരാ? സഹോദരനായ അന്ത്രയോസ, അല്ലെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്രയോസാണ് പത്രോസിനെ കൂട്ടിക്കൊണ്ട് ഈ കർത്താവിന്റെ ഇടയ്ക്ക് ചെല്ലുന്നത്. അപ്പൊ താരതമ്യേന നമ്മൾ പറയാം, ഞാനാണ് അവനെ ഇന്നയാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്, ഇപ്പൊ ഞാനും ആരും അല്ലാതായി മാറി നമ്മൾ പറയല്ലേ. നമ്മളിപ്പോ ഒരാളെ കൊണ്ടുപോയി ഒരു മുനിസിപ്പൽ ചെയർപേഴ്സണെ പരിചയപ്പെടുത്തി കൊടുത്തു, പിന്നെ അവരെന്നെ അസ്ഥിയായിട്ടങ്ങ് പിടിച്ചു, അത് ഭയങ്കര കൂട്ടായി. പിന്നെ നമ്മളെ ചവിട്ടാനുള്ള പണിയാണ് നമ്മളെ കൂട്ടിപ്പെടുത്താൻ വെക്കുന്ന രീതി. ആ രീതിയിലല്ലേ കാര്യങ്ങളൊക്കെ ലോകത്ത് പോകുന്നത്. അപ്പൊ ഇവിടെ
ദൈവം കർത്താവ് തന്നെ തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേകമായ വിവേകവും വരവും അന്ത്രയോസിന് കൊടുത്തു. ആ അന്ത്രോസ് എന്ത് ചെയ്തു? പത്രോസിനെ യേശുവിന്റെ അടുക്കെ കൊണ്ടുപോകുമ്പോൾ പറയുകയാണ്, ഞങ്ങൾ മെസ്സിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ന്യായ പ്രമാണത്തിലെ പഴയ നിയമത്തിലെ മോശയും പ്രവാചകന്മാരും അറിയിച്ച ആ മെസ്സിഹായെ ഞങ്ങൾ കണ്ടെത്തി. ആ കാലത്ത് റബ്ബിമാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്, പരീശന്മാരായ മതപുരോഹിതന്മാർ, പണ്ഡിതന്മാരുണ്ട്. അവരാരും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ പത്രോസിനോട് അന്ത്രയോസ് പറയുകയാണ്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തി. എന്ന് വെച്ചാൽ ആരാണ്? ഞങ്ങൾ യഹോവയുടെ ജഡപ്രത്യക്ഷത, പിതാക്കന്മാർ മുഖാന്തരം അരുളി ചെയ്യപ്പെട്ട ദൈവം നമ്മോട് കൂടെ എന്ന് പറയുന്ന മശിഹായെ ഞങ്ങൾ കണ്ടു. ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകുമെന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം 45-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഫിലിപ്പോസ് നഥാനയേലിനെ കണ്ട അവനോട്, ന്യായ പ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. മോശയും പ്രവാചകന്മാരും കാലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച ഒരുവനുണ്ടല്ലോ, മെസ്സിഹ. ആ മെസ്സിഹയെ ഞങ്ങൾ കണ്ടു. ഹല്ലേലൂയ എന്ന് ആര് പറഞ്ഞു? ഫിലിപ്പോസ് നഥാനയേലിനെ കണ്ടിട്ട് പറഞ്ഞു. ആരെഴുതി? മോശയും പ്രവാചകന്മാരും എഴുതി കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസ്രത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. എത്ര ക്ലാരിറ്റിയോടുകൂടി പറയുന്നത്. ഹല്ലേലൂയ. വെളിപ്പാടാണിത്. ഹല്ലേലൂയ. ഇത് വായിച്ചിട്ട് മണ്ടേ കൊണ്ട് നടന്നിട്ട് പറയും ദൈവം മൂന്നാണെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മൂന്നുണ്ടോ? മൂന്ന് ദൈവങ്ങളുണ്ടോ? ഇല്ല, ദൈവം ഏകനാണ്. അപ്പോ 49-ാമത്തെ വാക്യത്തിൽ നഥാനയേൽ ഉടനെ യേശുവിനോട് പറയണ, റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്നത്ര. ആരാണ് ഈ വെളിപ്പാട് കൊടുത്തത്? സ്വർഗത്തിലെ ദൈവമാണ് ഇസ്രായേലിന്റെ രാജാവ് എന്ന് വെച്ചാൽ അത് ദൈവമാണെന്ന് പഴയ നിയമം മുഴുവൻ പറയുന്നു, അല്ലെ? ഇസ്രായേലിന്റെ രാജാവ് ദൈവമാണ്, യഹോവയാണെന്ന് ബൈബിൾ പറയുന്നു. ഇവിടെ നഥനയേൽ പറയാണ്, റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിന് ഒരു രാജാവേ ഉള്ളൂ, ഇസ്രായേലിന് ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം എനിക്കും നിങ്ങൾക്കും നിത്യജീവൻ ഉണ്ടാകേണ്ടതിന്, ഹല്ലേലൂയ, നമുക്ക് സമമായ പാപമൊഴിയ സകലത്തിലും നമ്മെ പോലെ പരീക്ഷിക്കപ്പെടുന്ന ചോരയും വേദനയും അപമാനവും ലജ്ജയും എല്ലാം ഏറ്റുവാങ്ങാൻ കഴിയുന്ന, ഒരു തെറ്റും ചെയ്യാതെ ഇവയെല്ലാം ഏറ്റുവാങ്ങുന്ന ഒരുവനായി ഈ ഭൂലോകത്തിലേക്ക് വന്നുവെങ്കിൽ ഇത്രത്തോളമൊന്നും ആരും ആർക്കു വേണ്ടി ചെയ്തിട്ടില്ല, ചെയ്യാൻ കഴിയുമില്ല. ആ ദൈവം യേശു കർത്താവ് സാക്ഷാൽ ഇസ്രായേലിന്റെ ദൈവമായി, ഇസ്രായേലിന്റെ രാജാവായി യഹോവയാകുന്നു എന്ന് ബൈബിൾ സ്പഷ്ടമായി പറയുമ്പോൾ, അത് പറയുന്നവരെ ഇകഴ്ത്തുകയും പരിഹസിക്കുകയും അവരുടെ കൂടെ ആളില്ലാത്തതുകൊണ്ട് അവർ സാത്താന്യമാണ്, കൾട്ടാണ് എന്ന് പറയുന്നു. ബൈബിൾ ശരിയാമണ്ണം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആ ഏതൊരാൾക്കെങ്കിലും യേശു കർത്താവിനെ വിശ്വസിക്കുന്ന, യേശു കർത്താവ് ഏകദൈവം വിശ്വസിക്കുന്നതിനെ കൾട്ടെന്ന് പറയാൻ കഴിയുമോ? കൾട്ടെന്ന് ഒരു പ്രാവശ്യമെങ്കിലും പറയുമ്പോൾ അവർ ഒരിക്കൽ കൂടി അവരുടെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെരമ്യാ പ്രവചന പുസ്തകം 31-ാമത്തെ അധ്യായത്തിന്റെ 31 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ കൂടി നമുക്ക് വായിക്കാം. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവരെനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ പറയുകയാണ്, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദാ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. പ്രൈസ് ദി ലോർഡ്. ദൈവം അവർക്ക് ഒരു പഴയ നിയമത്തെ കൊടുക്കുമ്പോൾ ദൈവത്തിന് അറിയാമായിരുന്നു ഇത് കേവലം നിഴൽ മാത്രമായ ഒരു നിയമമാണ്. ഒരു പുതിയ നിയമം ചെയ്യാൻ പോകുന്നു ദൈവം. ഹല്ലേലൂയ. ഈ നിയമത്തിൽ ആദ്യത്തെ നിയമം കൊടുക്കുമ്പോൾ ബൈബിൾ പറയുകയാണ്, ആദ്യത്തെ നിയമം കുറ്റമില്ലാത്ത നിയമം അല്ല, ഒരു പെർഫെക്റ്റ് നിയമം അല്ല അത്.
ആ നിയമത്തിന് ഒരാളെ കുറ്റവാളി എന്ന് പറയാനല്ലാതെ ആ നിയമത്തിന് ആരെയും വിശദീകരിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ നിയമം കൊടുക്കുന്ന ദൈവത്തിന് അറിയാമായിരുന്നു ആ നിയമത്തിന്റെ പൊരുളായ നിയമം ചെയ്യുന്ന ഒരു കാലം വരുന്നുണ്ട്. ഹല്ലേലൂയ. അല്ലെങ്കിൽ അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് ദൈവം അവർക്ക് ന്യായപ്രമാണം എന്ന 10 കൽപ്പനകളും അതിൽ പാപമോചന ബലികളും അവർ കൊടുത്തത്. ഈ നിയമങ്ങൾ കൊടുക്കുന്ന ദൈവം പറയാണ് അവർക്ക് വേണ്ടി ഒരു പുതിയ നിയമം ചെയ്യുന്ന കാലം വരുന്നുണ്ട്. എന്ന് വെച്ചാൽ മോശ മുഖാന്തരം കൊടുക്കപ്പെട്ട ആടുബലികൾ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഹല്ലേലൂയ സാക്ഷാൽ ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ദൈവത്തിന്റെ രക്തം, ദൈവം മനുഷ്യജടത്തിൽ വചനം മാംസമാകുമ്പോൾ ഉണ്ടാകുന്ന വിശുദ്ധ രക്തം ചീന്തി ഒരു ഉടമ്പടി ചെയ്യുന്ന കാലം വരുന്നുണ്ടെന്ന് അവരോട് ദൈവം പറഞ്ഞിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അവർ വിശ്വസിച്ചില്ല. കാരണം ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് കൊണ്ടുവന്ന ആളിൽ അവരോട് ചെയ്ത നിയമം അതായിരുന്നു. ഏത് നിയമം? അവരെ പിടിച്ചുകൊണ്ടിരുന്ന ആളിലല്ലേ ഓരോ പർവ്വത്തിൽ പഴയ നിയമം കൊടുക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ അവരെ കൈക്ക് പിടിച്ചും ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും വിളിച്ചു പുറത്തേക്ക് കൊണ്ടുവരുന്ന വഴിയിൽ ഞാൻ അവർക്ക് കൊടുത്ത നിയമം പോലെയല്ല. ആ നിയമങ്ങൾ പാലിക്കാനും അത് പ്രവർത്തിക്കാനും പ്രയാസമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പറയുകയാണ് അവർ എന്ത് ചെയ്തു? അവർക്ക് ഞാൻ ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അവരെന്ത് ചെയ്തു? എന്റെ ഭാര്യാസ്ഥാനത്ത് ഇരിക്കേണ്ടവളായിരുന്നിട്ടും എന്നെ തിരസ്കരിച്ചു കളഞ്ഞിട്ട് എല്ലാ മലമുകളിലും എല്ലാ കരിവേലകത്തിന്റെ ചുവട്ടിലും എല്ലാ മൊട്ടക്കുന്നുകളിലും അന്നത്തെ അവർ കടന്നു വന്ന വഴികളിലെ സകല ദേവിദേവന്മാർക്കും അവർ ബലി അർപ്പിച്ചു. അവർ ബലിപീഠം ഉണ്ടാക്കി അവരുടെ വിഗ്രഹങ്ങളെ സേവിച്ചു. പ്രൈസ് ദി ലോർഡ്. അവർ ദൈവത്തിന് കോപം വരുത്തി. ഇന്ന് ത്രിത്വത്തെ ആരാധിക്കുന്നവർ അതല്ലേ ചെയ്യുന്നേ? അല്ലേ? അവർ ചെയ്ത അതേ കാര്യം ചെയ്യുന്നേ. അതേ വിഗ്രഹാരാധനയാ. വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ദൈവം ഏകനായിരിക്കെ ബഹുദൈവത്തെ കുറിച്ച് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവം എന്ന് പറയുന്ന ഏതൊരു വിശ്വാസിയും ചെയ്യുന്നത് വിഗ്രഹാരാധനയാണ്. ദൈവം വെറുക്കുന്ന പാപമാണ്. ഹല്ലേലൂയ. എന്നാൽ നാം സേവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഇസ്രായേലിന്റെ ദൈവമായ യഹോവ തന്നെ ജഡത്തിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരായി വെളിപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്കൊരു ദൈവമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവായി വെളിപ്പെട്ടു വന്ന പഴയ നിയമത്തിലെ യഹോവ തന്നെ. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ നിന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഈ കാലം, ഈ ന്യായപ്രമാണ കാലം കഴിയുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഒരു നിയമം ഉണ്ടാക്കും, ചെയ്യും. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങൾ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർക്ക് ജനമായും ഇരിക്കും. എങ്കിലും അവരിൽ മിക്ക പേരും ആ നിയമം ഉടമ്പടി ദൈവം കാൽവരിയിൽ ചെയ്ത് അംഗീകരിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ഈ കാര്യത്തെക്കുറിച്ച് 8 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദാ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ അവരുടെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് കൊണ്ടുവന്ന ആളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. അവരുടെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും ചെയ്യുവാനിരിക്കുന്ന എന്റെ നിയമം ഇങ്ങനെയാകുന്നു: ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങൾ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെ തന്റെ സഹോദരനെയോ കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും. അവരുടെ പാപങ്ങൾ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ ശുശ്രൂഷയാൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ട ക്രിസ്തുവിന്റെ പത്രം നിങ്ങളാകുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് മഷി കൊണ്ടല്ല, കൽപ്പലകയിലല്ല, അല്ല. ഹല്ലേലൂയ. ഹൃദയം എന്ന മാംസപ്പലകയിൽ കർത്താവിന്റെ രക്തം കൊണ്ട് എഴുതിയ പുതിയ ഉടമ്പടിയുടെ ഹല്ലേലൂയ ശുശ്രൂഷകരാണ്. പുതിയ ഉടമ്പടിയുടെ പത്രങ്ങളാണ് നമ്മളെന്ന് ദൈവവചനം പറയുന്നു. ആ പത്രമായി ശോഭിക്കേണ്ടതിനാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ സ്പഷ്ടമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് നാം ഇന്ന് ജീവിക്കുന്ന ഈ തലമുറയിൽ ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും ആകസ്മികമല്ല. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും ഇങ്ങനെ യുദ്ധങ്ങളും ഇതൊക്കെ ലോകത്തിന്റെ ഒരു പരിഷ്കൃത ലോകത്തിന് യുദ്ധങ്ങൾ പാടില്ലാത്തതാണ്, അതുകൊണ്ട് സമാധാനമാണ് നമുക്ക് വേണ്ടത് എന്നൊക്കെ പറയുന്ന ആളുകൾ നമുക്കുണ്ട്. ഈ യുദ്ധങ്ങളൊക്കെ നിർത്തി മനുഷ്യരെല്ലാം സ്നേഹത്തിലും സമാധാനത്തിലും വസിക്കണം എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ഈ സോഷ്യലിസം പ്രസംഗിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കണം.
എന്നാൽ ഇതൊന്നും ദൈവവചനത്തിൽ എന്തെല്ലാം എഴുതി വച്ചിരിക്കുന്നുവോ ദൈവത്തിന്റെ സമയം വരുമ്പോൾ അതങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതിനുവേണ്ടി ചില കാരണങ്ങൾ ഉണ്ടായി വരും ദൈവത്താൽ തന്നെ. ആ കാരണങ്ങൾ ഹല്ലേലൂയ ആത്യന്തികമായി ദൈവത്തിന്റെ വിശുദ്ധ സഭ കണ്ടു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ യഹൂദനെ അല്ല, നമുക്കറിയാം സാക്ഷാൽ യഹൂദൻ അല്ലെങ്കിൽ സാക്ഷാൽ ഇസ്രായേൽ ആരാണ് എന്നും കൂടി നമുക്ക് നോക്കാം. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായം. നാലിന്റെ 19 മുതൽ. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുമ്പോഴാം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ ഇന്ന് നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് എന്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ നിങ്ങളെ കുറിച്ച് വിഷമിക്കുന്നു. ന്യായപ്രമാണത്തിൽ കീഴിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? ഒരു നിമിഷം നിർത്തണേ. ഈ ഗലാത്യ സഭയുടെ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ ഈ സഭ പൗലോസ് മുമ്പ് സ്ഥാപിച്ച സഭയിൽ ന്യായപ്രമാണം കൂടി അനുഷ്ഠിക്കണം എന്ന് ചില ആളുകൾ പറഞ്ഞ് അവരെ ന്യായപ്രമാണത്തിൽ കൂടി അഭ്യസിപ്പിച്ചിരിക്കുന്ന ഒരു വാർത്ത കേട്ടിട്ട് പോൾ എഴുതിയതാണ് ഈ കാര്യങ്ങൾ. അതുകൊണ്ടാണ് 3-ാമത്തെ അധ്യായം തുടങ്ങുന്നത് പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാ ഹാ ബുദ്ധി ഇല്ലാത്ത ഗലാത്യരെ എന്നാ വിളിക്കുന്നത്. ഹല്ലേലൂയ. ആദ്യം 1-ാമത്തെ അധ്യായത്തിൽ പറയാണ് മനുഷ്യനിലും നല്ല മനുഷ്യനാലുമല്ല എന്നൊക്കെ പറഞ്ഞ് വന്ന പൗലോസ് പിന്നീട് ഈ കാര്യം കേൾക്കുകയാണ്. എന്ത്? ന്യായപ്രമാണം കൂടെ ആചരിക്കണം ക്രിസ്തുവിലുള്ള രക്ഷ പ്രാപിക്കണമെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉപദേശം അവിടെ വന്നു. നമുക്കറിയാം ചില ആളുകള് എല്ലാ പോകുന്ന വഴിയിലുള്ള എല്ലാ തരം വിഗ്രഹങ്ങളെയും വണങ്ങും. കത്തോലിക്കന്റെ പള്ളി ചെല്ലുമ്പോൾ അവിടെ കുനിയും, അവിടെ ഇത്ര പൈസ ഇടും. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ശിവന്റെ അമ്പലം കണ്ട അവിടെ ഇച്ചിരി ഇടും. ചോദിക്കും പറയും ആരെയും പണക്കണ്ട, ഒരു അവസരത്തിൽ ആരാണ് നമുക്ക് പ്രയോജനം ചെയ്യുന്ന അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ച് എല്ലാവർക്കും കൊടുക്കുന്നവരുണ്ട്. ഞാൻ ഈ തൃശ്ശൂർ ഭാഗത്തൊക്കെ പോവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഈ തൃശ്ശൂര് ഒരു പ്രത്യേകത, ഒരുപാട് അമ്പലങ്ങളും ഒരുപാട് പള്ളികളും ഉണ്ട്. മിക്കവാറും എല്ലാ ആളുകളും അവർക്ക് ഒന്ന് തല കുനിച്ച് നോർത്തുമ്പോൾ അടുത്ത തല കുനിക്കാനുണ്ട്. ബസ്സിലിരിക്കുന്നവരെല്ലാം തല കുനിക്കുക, കയ്യിലുള്ള പൈസ വലിച്ചെറിയുന്ന ഒരു ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ഇപ്പം മനുഷ്യൻ ഇങ്ങനെ പറയുകയാണ് ന്യായപ്രമാണം ദൈവം തന്ന കൽപ്പനയല്ലേ, അതൊന്ന് അനുഷ്ഠിക്കുന്നതിനകത്ത് എന്താ കുഴപ്പം? എന്താ കുഴപ്പം? എന്തിനു കുഴപ്പമുണ്ടോ? ഇല്ലേ? കുഴപ്പമുണ്ട്. ന്യായപ്രമാണം തലല്ല നാം ഇവിടെ വന്ന് ഈ രക്ഷ പ്രാപിച്ചത്, പിന്നെയോ കൃപയാല. കൃപയാൽ ലഭിച്ച ഒരു കാര്യത്തെ പ്രമാണത്താൽ കൊടുക്കപ്പെട്ടിരുന്ന നിഴലിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നാം കൃപയാൽ നമുക്ക് സൗജന്യമായി നീതീകരിച്ച ദൈവത്തിന്റെ പ്രവൃത്തിയെ, നമ്മിൽ ദൈവം ചെയ്ത പ്രവൃത്തിയെ നമ്മൾ ഈ സ്വയമുള്ള പ്രവൃത്തി കൊണ്ട് അരളിയ നമ്മൾ സൗജന്യമായി നേടിയതിനെ നമ്മൾ ഇതും കൂടി ചെയ്ത് നേടിയാൽ വരൂ എന്ന് പറയുന്ന വിപരീത ഉപദേശത്തിന്റെ കീഴിലേക്ക് നമ്മെ തന്നെ കൊണ്ടുപോകും. ഹല്ലേലൂയ. അതുകൊണ്ട് പോൾ ഈ പറയുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി വരച്ചു കിട്ടിയിരിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ? എന്റെ ശുശ്രൂഷയാൽ യേശു ക്രിസ്തു ആരാണെന്നും ആ ക്രൂശിലെ മരണം എന്താണ് എന്നും ഒരു പടം വരച്ച് നിങ്ങൾക്ക് വെളിപ്പെടുത്തിയത് പോലെ നിങ്ങൾക്ക് കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയത് ആരാണ്? ഇതൊക്കെ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് ആരാണ്? അല്ലെങ്കിൽ ത്രിത്വ ദൈവത്തെ കൂടെ ആരാധിച്ചാൽ അത് എന്താ കുഴപ്പം? നമ്മൾ പിതാപുത്രൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ബൈബിളിലും ഇല്ലേ? നമ്മളും പറയുന്നില്ലേ പിതാപുത്രൻ പരിശുദ്ധാത്മാവ്? പിന്നെ അവർക്കും നമ്മൾ എന്ത് വ്യത്യാസം? നമ്മൾ ഇങ്ങനെ മസിൽ പിടിക്കേണ്ട കാര്യമുണ്ടോ? ചോദിക്കാറില്ലേ? എന്തിനാ മസിൽ പിടിക്കുന്നേ? അതും ഇതിനകത്ത് കിടപ്പില്ലേ? ശരിയല്ലേ? ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ് അങ്ങനെ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ഇത്തരത്തിൽ മയക്കിയത് ആരാ? നിങ്ങളെ ഞാൻ ചോദിക്കാം. ഇതൊന്ന് മാത്രം നിങ്ങളോട് ഗ്രഹിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഏതാ? നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ?
നിങ്ങൾക്ക് ദൈവത്തിന്റെ പങ്കാകുന്ന പരിശുദ്ധാത്മാവ് നിത്യത വരെ നിങ്ങളെ മുദ്രയിടുന്ന എഫേസ്യർ 4:30 പറയുന്ന വീണ്ടെടുപ്പ് നാൾ വരെ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ ന്യായപ്രമാണം ചെയ്തിട്ടാണോ? ആണോ? അല്ല. ക്രിസ്തു കാൽവരിയിൽ നിങ്ങൾക്ക് വേണ്ടി തന്റെ പ്രാണനെ സൗജന്യമായി തന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാം, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയെങ്കിൽ അത് എങ്ങനെ കിട്ടി എന്ന് എനിക്കറിയണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ച ന്യായപ്രമാണത്തിന് പ്രവർത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? ഹല്ലേലൂയ. നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടല്ലോ സമാപിപ്പിക്കുന്നത്? ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? വെറുതെ എത്രയെന്ന് വരികിൽ, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്തത്. ഹല്ലേലൂയ. വിശദീകരിക്കാൻ ഒരുപാടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിൽക്കുന്നില്ല. നമ്മൾ വായിച്ച 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പോൾ പറയുകയാണ്, ന്യായപ്രമാണത്തിന് കീഴിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ, ന്യായപ്രമാണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറവിൻ, അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചിരിക്കുന്നു. ഇത് സദൃശ്യമാകുന്നു ഈ സ്ത്രീകൾ 2 നിയമങ്ങൾ അത്രേ. ഹാഗാറും സാറായും 2 നിയമങ്ങൾ. ആമേൻ. ശ്രദ്ധിക്കണം. ഇനി അത് മാറാൻ പോയി. പൗലോസ് ഇതിനെ വേറൊരു ആംഗിളിലേക്ക് തിരിക്കാൻ പോകും തൊട്ടു പുറകെ. എന്നിട്ട് പറയുകയാണ് അത്രേ, ഒന്ന് സീനായി മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു, അത് ഹാഗാർ. പ്രൈസ് ദി ലോർഡ്. സീനായി മലയിലെ നിയമം ന്യായപ്രമാണത്തിലെ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറയുന്ന ഈ പ്രമാണം നിന്നും ഇതിനെ ഫോളോ ചെയ്യുന്നവരെല്ലാം പ്രസവിക്കുന്ന ഏതിനെയാണ്? അടിമകളെ. എന്നിട്ട് പറയാണ് അത് അറബ് ദേശത്ത് സീനായി മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിനോട് വെക്കുന്നു. ഏതാ? പോൾ പറയാണ്, ഇന്നുള്ള യെരുശലേമിൽ ഇരിക്കുന്ന പരിശോധന കേട്ട വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിലും ജനിച്ചു വന്ന ആളുകളും ഇന്ന് എങ്ങനെ ഇരിക്കുന്നു? അടിമകളെ അടിമത്തത്തിലിരിക്കുക. കാരണം സ്വാതന്ത്ര്യം വരെ നിഷേധിച്ചു, അല്ലേ? ആമേൻ. അത് ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. അത് തന്റെ മക്കളോട് കൂടി അടിമയിലല്ലോ ഇരിക്കുന്നത്. ഇന്നത്തെ യെരുശലേം അവളുടെ മക്കളായ അടിമകളായ യഹൂദന്മാരോടുകൂടി ഇരിക്കുന്നു. മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു. അതാണ് നമ്മുടെ അമ്മ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മീതെ ഒരു യെരുശലേമുണ്ട്. ഇന്ന് ഇസ്രായേലിലുള്ള യെരുശലേമിൽ ന്യായപ്രമാണം പാലിച്ചിരിക്കുന്നവരെല്ലാം ബൈബിൾ പറയാണ്, നീ ഹാഗാറിന്റെ അടിമത്തത്തിന് കീഴിലാണ് ഇരിക്കുന്നത്. നീ സാറയുടെ മകൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ ചെയ്യുന്നത് അടിമത്തത്തിന്റെ പ്രവൃത്തിയാണ്. നീ സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് മീതെ ഒരു യെരുശലേമുണ്ട്. അതാണ് നമ്മളുടെ അമ്മ. ഹല്ലേലൂയ. ആമേൻ. നാം സ്വർഗീയ മീതെയുള്ള യെരുശലേമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പോൾ പറയണം, പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്കാൻ, നോവ് കിട്ടാത്തവളെ പൊട്ടിയാർക്കുക. ഏകാഗ്നിയുടെ മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളെക്കാൾ അധികം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ സഹോദരന്മാരെ ക്ലോസ് ചെയ്തിട്ടോ. നാമോ സഹോദരന്മാരെ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്താൽ ജനിച്ച മക്കളാകുന്നു. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ എന്നും കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സ്വതന്ത്ര എന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തെ ക്രിസ്തുവെ സ്വതന്ത്രമാക്കി എന്ന് പറഞ്ഞ് നമ്മളെ പോലെ ഇതേ സമയം ആയിരക്കണക്കിന് വേദികളിൽ നിന്ന് പ്രസംഗിക്കുന്ന പെന്തക്കോസ്തുകാരുടെ അടുക്കിലേക്ക് വന്ന് അവരായി ഇപ്പോ ഈ സ്ഥാനത്ത് ജഡപ്രകാരം നിൽക്കുന്നവൻ ആത്മപ്രകാരം ഉള്ളവനെ ഉപദ്രവിക്കുന്നു. അവൻ പറയും ഞാൻ ആത്മീയനെന്ന് പറയും. പക്ഷെ ബൈബിൾ അവനോട് ചൂണ്ടിക്കാണിക്കുകയാണ്, നീ ബഹുദൈവ ആരാധകനാണ്. നീ യേശു ക്രിസ്തുവിലൂടെ ദൈവം നിനക്ക് വേണ്ടി സ്ഥാപിച്ച പാപക്ഷമ നീ പ്രാപിച്ചിട്ടില്ല. നീ യേശുവിനെ ദൈവമായി അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് നീ ഇന്ന് ആത്മാവിനെ പ്രാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ആത്മപ്രകാരമുള്ള സന്തതിയെ, വാഗ്ദത്ത സന്തതിയെ ഉപദ്രവിച്ച ഹാഗാറിന്റെ ഇസ്മയില്യ വംശത്തിൽ നിൽക്കുന്നവൻ ചെയ്യുന്നത് തന്നെയാണ് നീ ഇന്ന് ഈ വിശുദ്ധ സഭയോട് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോട് കൂടി അവകാശിയാകില്ല. അങ്ങനെ
സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളത്രേ. നമ്മുടെ അമ്മയോ സ്വർഗത്തിലെ യെരൂശലേമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അടുത്ത വാക്യം തുടങ്ങുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അതുകൊണ്ട് ആകിയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. പ്രൈസ് ദി ലോർഡ്. പിന്നെയും പരിച്ഛേദനയും ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നവരെ പൗലോസ് ശകാരിച്ചുകൊണ്ടാണ് താഴോട്ടുള്ള കാര്യങ്ങളെ മുഴുവനും പറഞ്ഞിട്ട് 13ാമത്തെ വാക്യം പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഈ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യരുത്. ഈ സ്വാതന്ത്ര്യം പണമുണ്ടാക്കാൻ ഉപയോഗിക്കരുത്. ഈ കിട്ടിയിരിക്കുന്ന വരങ്ങളും ദാനങ്ങളും നിന്നെ ഉയർത്തുവാൻ ഉപയോഗിക്കരുത്. ഈ ഇല്ലാത്ത കാര്യങ്ങൾ നീ ചമച്ചുണ്ടാക്കി ജനത്തെ വഞ്ചിക്കരുത്. കൊടിയ ശിക്ഷാവധി എന്നെ കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തൊരു വാക്യം കൂടി വായിച്ച് നമുക്ക് അവിടെ വിടാം. 4-ാമത്തെ അധ്യായം അതിന്റെ 29ാമത്തെ വാക്യം. 6-ാമത്തെ അധ്യായം 29, 6-16. പോലെ വായിക്കാം. പരിശോധനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ആമേൻ. ദൈവത്തിന്റെ ഇസ്രായേൽ ഏതാ? വിശുദ്ധ സഭ. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണങ്ങൾ, പൗലോസ് പഠിപ്പിക്കുന്ന ഈ പ്രമാണങ്ങൾ അനുസരിക്കുന്നവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. അതേതാണ്? ദൈവത്തിന്റെ വിശുദ്ധ സഭയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ദൈവം വിലയ്ക്ക് വാങ്ങിയ, അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും വാഗ്ദത്തം ചെയ്ത ഏക സത്യസ്നാനത്തെ യേശു കർത്താവിന്റെ നാമത്തിൽ ഏറ്റെടുത്ത് വാഗ്ദത്ത പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് കർത്താവിന്റെ വരവിനായി ഒരുങ്ങുന്ന ആ വിശുദ്ധ സഭയാണ് നമ്മുടെ മീതെയുള്ള യെരൂശലേം എന്ന് പറയപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആ അമ്മയുടെ മക്കളാണ് നമ്മൾ. മരിച്ച് മൺമറഞ്ഞു പോയി, ഹല്ലേലൂയ, സ്വർഗീയ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുന്ന വിശുദ്ധയായ ഒരു അമ്മ നമുക്കുണ്ട്. നമ്മുടെ അപ്പോസ്തോലിക പ്രമാണങ്ങൾ പ്രമാണിച്ച് തലമുറകളായി, ഹല്ലേലൂയ, കർത്താവിന്റെ വരവിന്റെ നാളിന് വേണ്ടി കാത്തിരിക്കുന്ന നിദ്ര പ്രാപിച്ച ഒരു കൂട്ടം വിശുദ്ധന്മാർ മീതെയുള്ള യെരൂശലേമിലുണ്ട്. അതാണ് നമ്മുടെ അമ്മ. അപ്പോസ്തലന്മാരുടെ പ്രവചനത്താല്, അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയാൽ ഉളവാക്കപ്പെട്ട യഥാർത്ഥമായ ക്രിസ്തുവിന്റെ കറയും ചുളുക്കവും മാലിന്യവും ഇല്ലാത്ത ആ മണവാട്ടി, ഹല്ലേലൂയ, അതാണ് സ്വർഗത്തിലെ യെരൂശലേം. ആ യെരൂശലേം, ഹല്ലേലൂയ, അവൾ ഈ ഭൂമിയിൽ ശേഷിക്കുന്ന അവളുടെ നാളുകൾ തീരാറായി എന്ന് ഓരോ യുദ്ധവും വിളിച്ചു പറയുമ്പോൾ, യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും രാജ്യങ്ങൾ തമ്മിലുള്ള കലഹവും എല്ലാം വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. വചനം പറയുന്നു, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നുള്ള അടയാളമാണ്. ഈ അടയാളങ്ങൾ നാം മനസ്സിലാക്കി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, ഹല്ലേലൂയ, കുറിവാക്യമായി നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. അങ്ങനെ ഈ കാലത്തിലെ കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ഒരു ശേഷിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ശേഷിപ്പ് ഒരുപക്ഷെ നമ്മുടെ സഹോദരിമാരിൽ ആരെങ്കിലും ആയിരിക്കാം. ഹല്ലേലൂയ. അവരെ ചേർക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കൃപയാലെങ്കിൽ, ഹല്ലേലൂയ, പ്രവൃത്തിയാലല്ല. അങ്ങനെയെങ്കിൽ കൃപയല്ല. അതുകൊണ്ട് ഇസ്രായേൽ അവരന്വേഷിച്ച് നടന്നത് പ്രാപിച്ചില്ല. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ വിശുദ്ധന്മാർ അത് പ്രാപിച്ചു. ഇന്നും നാം അത് പ്രാപിച്ചുവെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ടാണ്. കർത്താവിന്റെ ഹിതപ്രകാരം നമ്മെ തെരഞ്ഞെടുത്തു. ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. ദൈവം അവന്റെ വചനത്തിൽ വരികൾക്കിടയിൽ മറച്ചിട്ടിരിക്കുന്ന ആത്മീയ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ ദൈവം നമ്മുടെ കണ്ണ് തുറന്നു. ദൈവം നമ്മുടെ പ്രാണനെ, ഹല്ലേലൂയ, നശിച്ചു പോകാൻ വിട്ടുകൊടുത്തില്ല. ദൈവം നമ്മുടെ ആത്മീയ നേത്രങ്ങളെ തുറന്നു. അനേകർക്ക് തുറക്കാതിരിക്കുമ്പോൾ ഇത് വ്യാഖ്യാനിച്ച് അവരെ കൊടുത്ത് തിരിക്കുവാൻ നമുക്ക് കഴിയില്ല. എന്നാൽ ദൈവം മുൻകണ്ടിട്ടുള്ളവരെ ഒരു നാളും കൈവിടുകയില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലും കൃപയാലുള്ള ദൈവത്തിന്റെ ശേഷിപ്പിന്റെ ഭാഗമാകുവാൻ ദൈവം നമുക്ക് നൽകിയ ഈ മഹത്തായ വെളിയെ തെരഞ്ഞെടുപ്പിനെ ഓർത്ത് കോടി ജന്മങ്ങൾ നമ്മൾ നിരന്തരം സ്തുതിച്ചാലും മതിയാകാത്ത ഇത്ര മഹത്തരമായ ഈ രക്ഷ ആർക്ക് വർണ്ണിക്കാൻ കഴിയും? അതേ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല
ഞങ്ങൾക്ക് ദൈവമേ ലഭിച്ചു തന്നതിന്റെ മഹത്വം ഞങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങളുടെ ബുദ്ധിക്ക് കഴിയുന്നിടത്തോളം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയും അത് മനസ്സിലാക്കേണ്ടതിന് അനേകർ ഹൃദയങ്ങളെ തുറക്കണമേ. ഈ ദിവസങ്ങളിൽ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നവരും ഹല്ലേലൂയ വേണ്ടുമണ്ണം വചനത്തെക്കുറിച്ച് അറിയാത്തവരും ഈ ദിവസങ്ങളിൽ വചനത്തിന്റെ ശക്തിയെ പ്രാപിക്കേണ്ടതിന് വചനത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കി ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഏക കർത്താവ് എന്ന് തിരുവെടുത്ത് പറയുന്നു. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ട വിശുദ്ധ സഭയ്ക്ക് ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം തന്നെ വീണ്ടെടുപ്പുകാരനായി വെളിപ്പെട്ടു. ആ ദൈവം തന്നെ പരിശുദ്ധാത്മാവായി നമ്മുടെ മധ്യ വസിച്ചുകൊണ്ട് കർത്താവ് നമ്മുടെ തന്റെ വാനമേഘങ്ങളുടെ വരവിനായി തന്റെ വിശുദ്ധ സഭയെ ഒരുക്കേണ്ടതിന് ഈ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ മധ്യത്തിൽ വചനത്തിന്റെ വെളിപ്പാടായി വ്യാപരിക്കുന്ന അല്ലെങ്കിൽ ഓരോ ദൈവത്തിന്റെ വേലക്കാരുടെ മധ്യത്തിൽ നിന്ന് ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ തിരുവെഴുത്തുകളെ വ്യാഖ്യാനിക്കുന്ന ആത്മീയ സഭയെ പോഷിപ്പിക്കുന്ന ദൈവത്തിന്റെ 5 വിധ വേലകളാൽ സമ്പുഷ്ടമാക്കപ്പെട്ട കർത്താവിന്റെ വചനപ്രകാരം അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ ക്രിസ്തു മൂലക്കല്ലായി പണിയപ്പെടുന്നതും തലയായി ക്രിസ്തു വെളിപ്പെടുവാനിരിക്കുന്നതുമായ വിശുദ്ധ സഭ സ്മീതയുള്ള സ്വർഗീയ യെരൂശലേം ഭാഗമായി ഈ ഭൂമിയിൽ തീരുന്ന ഈ നാളുകളിൽ കാലസംഭവങ്ങളെ മനസ്സിലാക്കി ഗ്രഹിച്ചുകൊണ്ട് നാൾതോറും ദൈവവചനത്തിന് യോഗ്യമായി ഫലം കായ്ക്കുന്നവരായി മാറി ദൈവത്തിന്റെ കർത്താവിന്റെ മഹത്വമേറിയ പ്രത്യക്ഷയുടെ നാളിനായി ഒരുങ്ങുവാൻ കർത്താവെ ഞങ്ങളുടെ കൂട്ടായ്മയോടൊന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഈ മീറ്റിംഗിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും പേരുപേരായി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരായിരിക്കുന്ന ഇടങ്ങളിൽ കടന്നു പോകുന്ന പരിവരുക്കൻ ജീവിത യാഥാർത്ഥ്യങ്ങളില് തിരസ്കരണത്തിന് നടുവില്, അവഗണനയുടെ നടുവില്, സാമ്പത്തിക കഷ്ടതയുടെ നടുവിൽ, രോഗത്തിന്റെ നടുവിൽ കർത്താവെ ഹല്ലേലൂയ ഈ ശരീരം അഴിഞ്ഞു പോയാലും അഴിഞ്ഞു പോകാത്ത ഒരു പ്രത്യാശയുടെ ഉള്ളിൽ നൽകിയ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. മരണത്തിനോ ദൂതന്മാർക്കോ ഇന്നുള്ളവയ്ക്കോ വരുവാനുള്ളവയ്ക്കോ ഉയർച്ചയ്ക്കോ താഴ്ചയ്ക്കോ ക്രിസ്തുവിന്റെ സ്നേഹത്തിനെ വേർപിരിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് വാഗ്ദത്തം ചെയ്ത ആ വലിയ നിത്യം വാടാത്ത നിത്യ കിരീടം പ്രാപിക്കേണ്ടതിന് ഞങ്ങളെ ഓരോരുത്തരും സഹായിക്കണമേ. ലോകത്തിൽ കഷ്ടവും പ്രയാസമുണ്ടെങ്കിലും അതിനെയൊക്കെ ഈ വചനത്താൽ ജയിക്കുവാനുള്ള സഹായിക്കണമേ. മരണത്തെ ജയിച്ചുയർത്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജയമുള്ള കരം ഞങ്ങളുടെ കൂടെ ഇടുന്ന ജയാളിയായി നടത്തേണ്ടതിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടായ്മയെ എത്രത്തോളം അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വത്തിനും പുകഴ്ചയ്ക്കും സകല രാജത്വത്തിനും എന്നും എന്നേക്ക് യോഗ്യനായ ഇസ്രായേലിലെ പരിശുദ്ധനാകുന്ന കർത്താവായ രാജാതി രാജാവായ യേശു കർത്താവിനെ ഞങ്ങൾ ആരാധിച്ച് സ്തുതിച്ചുകൊണ്ട് ഈ പകൽക്കാലം ദൈവം ഞങ്ങളെ ഈ കൂട്ടായ്മയിലേക്ക് നടത്തിക്കൊണ്ടുവന്ന ദൈവം വിശ്വസ്തനാകുന്നു. ഇത്രത്തോളം മുടങ്ങാതെ ഇതിൽ പങ്കെടുക്കുവാൻ ദൈവങ്ങളെ സഹായിച്ചു, സാഹചര്യങ്ങളെ ഒരുക്കി അനുഗ്രഹിച്ചു. കർത്താവെ കേൾവിക്കാരായ എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും അനുഗ്രഹിക്കണമേ കർത്താവെ. അവർ ദേശത്തിന്, രാജ്യത്തിന്, കുടുംബത്തിന്, സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും മക്കൾക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കുമെന്ന് തിരുവെടുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ടിരിക്കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുവ ഹമസിയുടെ കൃപയും പരിശുദ്ധാത്മാവിന്റെ ആലോചനയും നടത്തിക്കും ഇന്നു മുതൽ എന്നേക്കും നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും വ്യക്തി ജീവിതങ്ങളോടും നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളോടും കൂടെ കാലത്തിന്റെ സമ്പൂർണതയെങ്കിൽ ആലടിയ കർത്താവിന്റെ മേഘങ്ങളിലേക്കുള്ള വരവിന്റെ ഏറ്റവും അടുത്ത നാളുകളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ച് ആലടിയെ ജീവിച്ച് ഈ ഭൂമുഖത്തിരിക്കുന്ന ഭൂലോകത്തിലുള്ള സകല വിശുദ്ധന്മാരോടുകൂടെ ഇന്നു മുതൽ എന്നേക്കും കാലാവസ്ഥാനത്തോടും കൂടെ ഇരിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. പ്രൈസ് ദി ലോർഡ്.